നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മൾ ക്രൗ മഗയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് വന്നിട്ട് ഒരിക്കലും ഫൈറ്റ് ചെയ്യാനല്ല, മാക്സിമം നോക്കുക ഫൈറ്റ് അവോയ്ഡ് ചെയ്യാനാണ്. കാരണം റീസൺ വന്നിട്ട് നമ്മൾ സ്ട്രീറ്റിൽ വന്നിട്ട് സ്ട്രീറ്റ് ഫൈറ്റ് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. ഇൻ ദ സെൻസ് അവിടെ എത്ര പേരുണ്ട്, നമ്മൾ ഓപ്പണന്റ് വരുന്ന അവരുടെ എന്തെങ്കിലും വെപ്പൺ ഉണ്ട്, ഇതൊന്നും നമുക്കറിയത്തില്ല. ഓക്കെ, സോ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, മാക്സിമം അവോയ്ഡ് ചെയ്യുക. മീൻസ് വെർബലി നമുക്ക് പറഞ്ഞ ചിലപ്പോൾ പലപ്പോഴും സോറി പറഞ്ഞൊക്കെ അവിടെ നിന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഫൈറ്റിംഗ് ഇസ് ദ ലാസ്റ്റ് ഓപ്ഷൻ. വെൻ ഇറ്റ് കംസ് ടു ഫൈറ്റിംഗ്, ട്രോമയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യുക, അവിടുന്ന് എസ്കേപ്പ് ചെയ്യും. ഓക്കെ, സോ നാച്ചുറലി നമുക്ക് തോന്നുന്നു ഓക്കെ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് സൈസ് വേണം, അല്ലെങ്കിൽ ലോട്ട് ഓഫ് ലേഡീസ് ഉണ്ട് ഈ കൂട്ടത്തിൽ. ഓക്കെ, അപ്പൊ നമുക്കിത് പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് വരും. എല്ലാവർക്കും ഒരു ഡൗട്ട് വേണം. അപ്പൊ ഇത് അല്ല, എനിക്ക് കുറച്ച് ഏജ് ആയിപ്പോയി, അത്ര ഫിസിക്കലി ഫിറ്റ് അല്ല, ആക്റ്റീവ് അല്ല. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ട് ഇതൊരിക്കലും നല്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ള ഒരു കാര്യമല്ല. ഓക്കെ, കാരണം ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ നാച്ചുറൽ ബോഡി മൂവ്മെന്റ്സ് ആണ്. അതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ഈസി ആയിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, ആൻഡ് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എളുപ്പം ചെയ്യാൻ പറ്റും. ഓൺലി തിങ് കുറച്ച് പ്രാക്ടീസ് വേണം. കാരണം പ്രാക്ടീസിൽ നമ്മൾ ജസ്റ്റ് യൂട്യൂബ് വീഡിയോസ് ഒക്കെ നമ്മൾ പലരും ഒക്കെ കണ്ടു കാണും. ഡിഫറെന്റ് ത്രെട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടാണ്. പക്ഷെ ഇത് ഒരു പ്രാക്ടീസ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് അതൊന്ന് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അണ്ടർ സ്ട്രെസ് വരുമ്പോൾ അല്ലേ, അപ്പം എല്ലാവരും ഡോക്ടേഴ്സ് ആണ്, അപ്പൊ എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. സോ അണ്ടർ സ്ട്രെസ്സിൽ വരുമ്പോൾ നമ്മുടെ ബോഡി എന്താ ഒരു അഡ്രിനലൈൻ റഷ് വരും അല്ലേ. സോ അഡ്രിനലൈൻ റഷ് വരുമ്പോൾ ഇറ്റ് മേക്സ് യു ടു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. പക്ഷെ മാക്സിമം ടൈം ആൾക്കാർക്ക് പറ്റുന്നത് ദേ ഫ്രീസ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓക്കെ, കാരണം ഇത് അഡ്രിനലൈൻ റഷ് വരുമ്പോൾ നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി കുറയല്ലേ, ബ്രെയിൻ തൊട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയും, മേജർ മസിൽ ഗ്രൂപ്പ്സിലോട്ട് വരും. അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനോ ഓടാനോ ഒക്കെ ആയിട്ട് റെഡി ആകുമ്പോൾ അവിടെ തിങ്കിങ് കപ്പാസിറ്റി റെഡ്യൂസ്ഡ് ആണ്. അവിടെ നമുക്ക് ഒരിക്കലും റാഷണലി ആലോചിച്ചിട്ട് ഇത് എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം ആ ഒരു നടക്കത്തില്ല. ഓക്കെ, സോ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് ചെയ്യാം. ഓക്കെ, നാച്ചുറൽ ഇമ്മീഡിയറ്റ് ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസുകൾ. സോ ഇത് ഫോക്കസ് ചെയ്തിട്ടാണ് ക്രൗ മഗ ചെയ്യുന്നത്. അല്ലാതെ അവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മൂവ്സോ നമ്മൾ മൂവീസിൽ കാണുന്ന പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളോ ഒന്നുമല്ല. ഓക്കെ, സോ അതാണെങ്കിൽ അതൊന്നും അവിടെ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, സോ നാച്ചുറൽ മൂവ്മെന്റ്സ്, സിമ്പിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ചെയ്യാനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ക്രൗ മഗയിൽ. ഓക്കെ, നമ്മൾ സാർ എല്ലാവരും ജോയിൻ ആയ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സുജയ് സർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, സിൻസ് ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എനിക്ക് നോർമലി നമ്മളൊരു വർക്ക്ഷോപ്പ് ചെയ്യുന്ന പോലെ അത്ര ഇതായിട്ട് എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ മാക്സിമം ഇത് ചെയ്യാം. ഓക്കെ, സോ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു സഡൻ ഒരാളിപ്പോ മീൻസ് പെട്ടെന്ന് ഒരാൾ അടിക്കാൻ വരുന്നു, അല്ലെങ്കിൽ ഒരു കോൺഫ്രണ്ടേഷൻ അല്ലെ, ഇപ്പൊ പല രീതിയിലാണ്. പല ഇപ്പൊ നമുക്കറിയാം ഇൻസിഡൻസ് ഡോക്ടേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനി അതല്ല റോഡിലുണ്ട്, റോഡ് റേസ് അല്ലെ, വണ്ടി തട്ടി അല്ലെങ്കിൽ സൈഡ് കൊടുത്തില്ല, അങ്ങനെയുള്ള കേസസ് ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും റോബറി അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ ഒരു സെക്ഷൽ അസോൾട്ട് ആകാം. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഒരു നാച്ചുറൽ റിയാക്ഷൻ എന്തായിരിക്കും? ഇപ്പൊ എല്ലാവരും ഓർക്കും ഓടാൻ നോക്കുന്നത് അല്ലേ, ഓടാനായിരിക്കും മാക്സിമം നമ്മൾ നോക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, കാരണം ഫൈറ്റ് അവോയ്ഡ് ചെയ്യുവാണ്, നമ്മൾ ഒരിക്കലും ഫൈറ്റ് ചെയ്യാനല്ല. കാരണം ഫൈറ്റ് ചെയ്യരുതെന്ന് പറയുന്ന റീസൺ നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഒരാളെ കാണത്തുള്ളൂ. ഓക്കെ, ഒരാളെ ഉള്ളൂ, എന്റെ സൈസ് വെച്ചിട്ട് കുഴപ്പമില്ല, എനിക്ക് ഒരാളെ ഇടിച്ചിടാം. പക്ഷെ അയാളുടെ കൂടെ 2, 3, 4 പേര് കാണും. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും വെപ്പൺ കാണും. സോ ഇതൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ ആ ഒരു ചിലപ്പോൾ ഈഗോ ഒരു ഇതായിരിക്കാം. ഓക്കെ, അവൻ എന്നെ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ അടിക്കാൻ നല്ല ഒരു അടി കൊണ്ടു, എന്നാ പിന്നെ 2 കൊടുത്തിട്ടേ ഉള്ളൂ. സോ അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, സോ ഓടാൻ പറ്റുമെങ്കിൽ ഓടി രക്ഷപ്പെടും. ഈ ഓടാൻ പറ്റിയില്ല, സോ നമ്മുടെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ എന്തായിരിക്കും? സഡൻലി ഒരാൾ അടിക്കാൻ വരുവാണെങ്കിൽ നമ്മുടെ നാച്ചുറൽ റിയാക്ഷൻ അയ്യോ അടിക്കല്ലേ എന്ന് പറഞ്ഞായിരിക്കും അല്ലെ. എല്ലാവരുടെയും റിയാക്ഷൻ ഇതായിരിക്കും. നമ്മൾ ഫേസിന് നേരെ അടിക്കുവാണെങ്കിൽ ഇത് നാച്ചുറൽ റിയാക്ഷൻ എല്ലാവരുടെയും അല്ലെ. അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും വേണ്ട, നമ്മൾ ഒരു ഇൻസ്റ്റിങ്ക്റ്റീവ് റിഫ്ലക്സ് ആണ്. ഓക്കെ, ഡോക്ടർ ഞാൻ ഇത് പ്ലാൻ ചെയ്തത് ഒരു ചെറുതെ നിങ്ങളും കൂടെ ആക്റ്റീവായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി വലിയ വർക്കൗട്ടും കാര്യങ്ങളും ഒന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഒന്ന് കൂടെ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ലത്. അത് കറക്ഷനും കൂടെ ചെയ്തു തരാം. നമ്മൾ പണ്ടവർ എല്ലാവരും ടൈം ഇത്ര സ്പെൻഡ് ചെയ്തതാണ്, എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? ഓക്കെ, നമ്മൾ ജസ്റ്റ് കണ്ടോണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ യൂട്യൂബ് കാണുന്ന പോലെ കൊള്ളാം, ഞാൻ ചെയ്ത് കാണിച്ചുകൊണ്ട് കാര്യമില്ല. സോ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ ഈസിയാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമുക്ക് വലിയ വാമപ്പോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ ഒന്നുമില്ല. ഓക്കെ, റെഡി? സോ ഞാൻ കാണിച്ചു തരാം, ഞാൻ സെയിം ടൈം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, എണീറ്റോ എല്ലാവരും?
ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ സഡൻലി ഒരാൾ അടിക്കാൻ വരുവാണെങ്കിൽ അയ്യോ അടിക്കല്ലേ എന്ന് പറഞ്ഞ ഇതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, വി കോൾ ഇറ്റ് സെമി പാസീവ് സ്റ്റൈൽ. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ ഓക്കെ, ദിസ് കോൾഡ് സെമി പാസീവ്. സെമി പാസീവ് എന്ന് പറഞ്ഞാൽ ഹാഫ് റെഡിയാണ്. അതായത് ഒരാൾ അടിക്കാൻ വന്നു, നമ്മൾ ഇമ്മീഡിയറ്റ്ലി സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ നിൽക്കാനും ഫൈറ്റ് ചെയ്യാനും ഒന്നും പറ്റത്തില്ല അല്ലേ? സഡൻലി വരുമ്പോൾ ഈ ഒരു പൊസിഷനാണ്. ഓക്കെ, ഇത് കുറച്ചുകൂടെ നമ്മൾ ഇതിനെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ കീപ് യുവർ എൽബോസ് ക്ലോസ് ടു യുവർ ബോഡി. ഓക്കെ, സോ എൽബോ രണ്ടും ക്ലോസ് ആയി ആൻഡ് യു ക്യാൻ പ്രൊട്ടക്ട് യുവർ ഫേസ്. ഓക്കെ, കാരണം എപ്പോഴും പറ്റും നമ്മുടെ ഫേസിൽ ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴും. ഓക്കെ, തകയെന്ന് പറഞ്ഞ് നോക്കൗട്ട് ആവും. ഓക്കെ, നല്ലൊരു പഞ്ചോ കിട്ടിക്കഴിഞ്ഞാൽ താഴെ പോകും. സോ നമ്മൾ സ്ട്രീറ്റിൽ ചെയ്യേണ്ടത് ടു പ്രൊട്ടക്ട് യുവർ ഫേസ്, ഓൾവേസ് പ്രൊട്ടക്ട് യുവർ ഫേസ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ, അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നമ്മുടെ നാച്ചുറൽ മെക്കാനിസം ഞാൻ പറഞ്ഞല്ലോ, അടിക്കൽ ഇതായിരിക്കും വെക്കുന്നത്. ഓക്കെ, അതിന്റെ കൂടെ നമ്മൾ ചെറുതായിട്ട് അതിനെ മോഡിഫൈ ചെയ്തു. ഓക്കെ, മോഡിഫൈ ചെയ്ത് എങ്ങനെ? ഫസ്റ്റ് എൽബോ രണ്ടും ക്ലോസ് ആയി അല്ല, നമ്മുടെ ഫ്ലോട്ടിംഗ് റിബ്സും ലിവറും സ്പ്രീനും ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്ത്, ഡയഫ്രം എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും വന്നു കഴിഞ്ഞാൽ, ഒരു ഹിറ്റ് വന്നു കഴിഞ്ഞാൽ. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേസ്, ഇവിടുന്ന് ഫേസും പ്രൊട്ടക്ട് ആണ്. ഈ സൈഡ് നോക്കാം, എന്റെ ഇപ്പൊ ഞാൻ എന്റെ ഇത്രയും ഭാഗം പ്രൊട്ടക്റ്റഡ് ആണ്, 1/3 ഓഫ് ജോ. ഓക്കെ, അഗൈൻ ഫേസിൽ റെഡി ഉണ്ട്. വേറൊരു പ്രശ്നം, ഈ ജോ പെട്ടെന്ന് ബ്രേക്ക് ആവും. ഓക്കെ, പിന്നെ പ്ലേറ്റും ഒക്കെ ഇടാൻ നടക്കണം. ഓക്കെ, സോ പ്രൊട്ടക്ട് യുവർ ഫേസ്. ഇതാണ് ഫസ്റ്റ് ലെസൺ. ഓക്കെ, ഒരു സഡൻ അങ്ങനെ ഒരു കോൺഫ്രണ്ടേഷൻ വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് യുവർ പൊസിഷൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമ്മൾ ഇതാകരുത്. ലൈക്ക് പാം ഫേസിങ് ഔട്ട്സൈഡ് അല്ല, പാം ഫേസിങ് ഇൻവേർഡ്സ്, നമ്മുടെ പിങ്കി ഫിംഗർ. ഓക്കെ, ലിറ്റിൽ ഫിംഗർ ഔട്ട്സൈഡ്. ഓക്കെ, സോ ഇതിപ്പോ നിങ്ങളൊന്ന് നോക്കിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ പ്രശ്നം എല്ലാവരും ഒന്ന്, എനിക്ക് പറ്റുന്ന എത്ര ഇതിനകത്തുള്ളവരെ ഞാൻ കറക്ഷൻ ചെയ്യാം. വീഡിയോ ഓൺ ചെയ്ത് വെക്കുവാണെങ്കിൽ ഞാൻ ഒന്ന് കറക്ഷൻ ചെയ്തു തരാം. ഓക്കെ, സോ ഓൺലി തിങ്, കൈ ഇങ്ങനെ വെക്കരുത്. ഓക്കെ, ഇങ്ങനെ വെക്കരുതെന്ന് പറഞ്ഞ റീസൺ, ഞാൻ ഇങ്ങനെ കൈ വെക്കുവാണെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളൊരു നൈഫ് എടുത്ത് സ്ലാഷ് ചെയ്യുവാണെങ്കിൽ റിസ്റ്റ് കട്ടായി പോകും. ഓക്കെ, സോ പാം ഫേസിങ് ഔട്ട്സൈഡ് അല്ല, പിങ്കി ഫിംഗർ ഓക്കെ ഫേസിങ് ഔട്ട്. സോ ഇതാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വെയിൻ ഒന്നും കട്ടാകത്തില്ല. ഓക്കെ, സോ ഇതാണ് ഐഡിയൽ പൊസിഷൻ. ഓക്കെ, എല്ലാവരും വന്നല്ലോ അല്ലേ ഓൾമോസ്റ്റ്? ഓക്കെ, ഗുഡ്, ഇത് മതി. ഓക്കെ, സൈഡിൽ നിന്നാണെങ്കിൽ ഇതാണ്. ഓക്കെ, സോ ഇവിടുന്ന് എനിക്ക് ആളെ പിന്നെ ലൈക്ക് ജസ്റ്റ് വെയിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ പറഞ്ഞ സമാധാനം, ഐ എം റെഡി, എനിക്ക് ഇവിടുന്ന് അറ്റാക്ക് ചെയ്യാം, ഇവിടുന്ന് മൂവ് ചെയ്യാം, എല്ലാം ഈസി ആയിരിക്കും. ഓക്കെ, വേറെ നമ്മൾ കൈ താത്തിയിട്ട് നിൽക്കുകയാണോ, കൈ പോക്കറ്റിലിട്ട് നിൽക്കുകയാണോ, അല്ലെ കൈ ബാക്കിൽ കെട്ടി നിൽക്കുകയാണോ, ഒരാൾ ഈ പറഞ്ഞ പോലെ അഗ്രസീവ് ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് കൈ ബാക്കിൽ കെട്ടിയിട്ടോ അല്ലെ കൈ ഇങ്ങനെ വെച്ചിട്ടോ ഒക്കെ നിൽക്കുവാണെങ്കിൽ അടി വീണ് കഴിഞ്ഞിട്ട് കൈ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് അവിടെ ഒന്ന് റിയാക്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. സോ ഇതാണെങ്കിൽ ഇതൊരു ത്രട്ടണിങ് പോസ്റ്ററും അല്ല, ഇനിയിപ്പോ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു ത്രട്ടണിങ്ങും അല്ല അല്ലെ, ഞാൻ ജസ്റ്റ് നോർമലി നിൽക്കുന്ന ഒരു ത്രട്ടണിങ് പോസ്റ്റർ ഒന്നുമല്ല. ഇനി ഇവിടുന്ന് നെക്സ്റ്റ് നമുക്ക് ബ്ലോക്ക് ചെയ്യുന്ന പിന്നെ പഠിക്കാം. അത് നമുക്ക് കുറച്ച് അറ്റാക്സ് വരും. ഓക്കെ, സോ ഇവിടുന്ന് നിങ്ങൾക്ക് ഒരാളെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും ഒരാൾ പറഞ്ഞു, ആർക്ക് വേണമെങ്കിലും പറയാം കേട്ടോ. ജസ്റ്റ് നിങ്ങളുടെ ഒരു വ്യൂ അറിയാനായിട്ടാണ്. ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആണെങ്കിൽ എങ്ങനെ ചെയ്യും? സുജയ് സർ, സാറ് തന്നെ പറഞ്ഞോളൂ. ഒന്നുകൂടെ പറഞ്ഞ ആരെല്ലാം അറ്റാക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നതാണ്? അല്ല, എനിക്കൊരു ഒരാളെ അറ്റാക്ക് ചെയ്യണം, ഇവിടുന്ന് അടിക്കണം, എങ്ങനെ എന്ത് ചെയ്യാം? ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അതിനകത്ത് റൈറ്റ് റോങ് ആൻസർ ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ നിങ്ങളുടെ ഒരു ഇത് അറിയാനായിട്ടായിരുന്നു. എന്ത് ചെയ്യും അങ്ങനെ ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി? പറ്റുമെങ്കിൽ കിക്ക് ചെയ്യും. ഓക്കെ, ഗുഡ് ഓപ്ഷൻ. ഓക്കെ, ഞാൻ അത് പറഞ്ഞു തരാം. ഗുഡ്. ഓക്കെ, സോ കിക്ക് ചെയ്യാം. കാരണം കിക്ക് ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജ് എന്താ, നമ്മുടെ കയ്യെക്കാട്ടിലും നീളം കാലിനുണ്ടല്ലോ അല്ലേ, സോ കൂടുതൽ റേഞ്ച് കിട്ടും. ദെൻ ഇറ്റ് ഇസ് മോർ പവർഫുൾ. ഓക്കെ, പക്ഷെ ഒരു പ്രശ്നം തന്നെ കിക്ക് സ്ലോ ആയി പോരുന്നേ ഉള്ളൂ. ഓക്കെ, കിക്കാണ് ഐഡിയൽ ഓപ്ഷൻ. ഓക്കെ, കാരണം ക്ലോസ് ഒരു റേഞ്ചിലാണ് എനിക്ക് കിക്ക് ചെയ്യാം. പിന്നെ അല്ലാതെ കൈ വെച്ച് നമ്മൾ സ്റ്റാർട്ട് വിത്ത് ഹാൻഡ്സ്. കൈ വെച്ചാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കൈ വെച്ചിട്ട് മറ്റേ ആളുടെ കണ്ണില് കുത്താം. ഓക്കെ, എങ്ങനെ കുത്താം? കൈ തന്നെ. ആ, ഓക്കെ, ഐസിൽ ഇത് ചെയ്യാം. പക്ഷെ ഇതേ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇതിൽ പറ്റത്തില്ല, കാരണം നമ്മുടെ ഫിംഗറും കൂടെ ഇഞ്ചുർ ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അത് തന്നെ കറക്റ്റ് ആണ്. ഇതിനകത്തെല്ലാം നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്ഷൻ ചെറുതായിട്ടൊന്ന് ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ, സോ ഐസ് യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഇങ്ങനെ ഇതാണ് നമ്മുടെ ഫിംഗർ ഇഞ്ചുർ ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ഫേസിൽ കറക്റ്റ് അഗെയിൻ എയിം ചെയ്ത് നോക്കാനുള്ള ടൈം ഇല്ല അല്ലെ, സഡൻ ഇതാണ്. ഓക്കെ, യൂസ് തമ്പ്. ട്രോമയിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന തമ്പാണ്. ഓക്കെ, സോ ഇത് ഫേസിലോട്ട് ഇത് വെച്ചിട്ട് എനിക്ക് നേരെ, കാരണം ഇതെന്റെ ഫിംഗറും പ്രൊട്ടക്റ്റഡ് ആണ്, എനിക്ക് നേരെ ഐ ഗോജിങ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ്, ഞാൻ എന്റെ ഹെൽമെറ്റിൽ കറക്റ്റ് ഇത് ഞാൻ കാണിച്ചു തരാം.
സി ഇപ്പൊ ഇതൊരാളുടെ ഹെഡ് ആണെങ്കിൽ കൈ ഇവിടെ വന്ന് ഇവിടുന്ന് എനിക്ക് തമ്പ് വെച്ച് കുത്താം. ഇൻസ്റ്റെഡ് ഓഫ് ഞാൻ ഇങ്ങനെ കുത്തുന്നതിലും നല്ലത്, കാരണം ഇവിടെ ഫിംഗർ ഇഞ്ചർ ആകാൻ ചാൻസ് ഉണ്ട്, ആള് മാറ്റാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ കൈ നേരെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് തമ്പ് കൊണ്ട് പോക്ക് ചെയ്യാം. ഓക്കെ, വി കോൾ ഇറ്റ് ഐഗോഷി. ഓക്കെ, പിന്നെ ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പാം സ്ട്രൈക്ക്. ഓക്കെ, കാരണം പഞ്ചൊക്കെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ഇൻ ദ സെൻസ് അല്ലേ, നമുക്കിത് ഇത്രയും ജോയിന്റ്സ് ഉള്ളതാണ്. സോ പഞ്ച് കറക്റ്റ് ആയിട്ട് ചെയ്തില്ല നമ്മുടെ ജോയിന്റ്സ് ഇഞ്ചുർ ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതിന് വരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സെമി പാസീവ് സ്റ്റാൻസ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, അവിടുന്ന് തന്നെ വി ക്യാൻ ഡു എ പാം സ്ട്രൈക്ക്. ഓക്കെ, പാം ഹീൽ വെച്ചിട്ട് സ്ട്രൈക്ക് ചെയ്യാം. ഓക്കെ, അതെങ്ങനെ ചെയ്യണം, കറക്റ്റ് അതിനകത്ത് എങ്ങനെ പവർ ഇടണം അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. സിമ്പിൾ. ഫ്രണ്ടിൽ ഞാനിപ്പോ ഇവിടുന്ന് ഒരു ഡോർ പുഷ് ചെയ്ത് തുറക്കുക അല്ലെ, ഡോർ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു നാച്ചുറൽ മൂവ്മെന്റ്. ഇവിടെ ഇപ്പം പുഷ് ചെയ്യുന്ന ഓക്കെ, പുഷിംഗ് മൂവ്മെന്റ് ഇത് തന്നെ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് ടാർഗറ്റ് നോസ് ആണ്. ഇതിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന നോസ് ആണ്. ഓക്കെ, കാരണം ബ്രേക്ക് ആകാൻ പെട്ടെന്ന് ബ്രേക്ക് ആവും ആൻഡ് ബ്ലീഡിങ് വരും. ഓക്കെ, അഗൈൻ സി നമ്മളെ സ്ട്രീറ്റിൽ ഒരാൾ ഇതുപോലെ അറ്റാക്ക് ചെയ്യാൻ, അതായത് ഈസ് റെഡി ടു കിൽ യു. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ ലീഗൽ റൈറ്റ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, സോ അവിടെ നമ്മുടെ പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ സേഫ്റ്റിയാണ്. ആ സേഫ്റ്റി ഈ പറഞ്ഞ പോലെ പ്രോഗ്രാം ചെയ്ത് വെച്ച് ഒരാൾ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ അയാൾ അതുപോലെ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ആൾ അതിൽ നിന്ന് മാറത്തുള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മൾ ജസ്റ്റ് സ്ലാപ്പ് ചെയ്തു അല്ലെങ്കിൽ ഒരു പുഷ് ചെയ്തൊക്കെ കഴിഞ്ഞ ആള് ചിലപ്പോൾ ഒന്നുകൂടെ അഗ്രസീവ് ആയിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ, സോ പാം സ്ട്രൈക്ക് എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇപ്പൊ ഇത് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, പിങ്കി ഫിംഗർ ഫേസിങ് ഔട്ട് സൈഡ്, കൈ ഇവിടെ വന്നു. ഓക്കെ, ഇനി പാം സ്ട്രൈക്ക് ജസ്റ്റ് 1 ഞാൻ കൗണ്ട് ചെയ്യുമ്പോൾ കൂടെ ചെയ്താണ്. ഓക്കെ, 1 and back, 2 and back. Okay, 3 and back, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, സി ഓരോന്ന് ചെയ്തിട്ട് എന്റെ കൈ തിരിച്ചു വന്നു, ഫാസ്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യണം. ഇനി നമ്മൾ ഫിംഗർ, ഓക്കെ, 5 ഫിംഗർ ടുഗദർ ഈ ഭാഗമാണ് യൂസ് ചെയ്യാൻ, സ്ലൈറ്റ്ലി ബെൻഡ്, കാരണം നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആളെ ബ്ലോക്ക് ചെയ്ത് നമ്മുടെ ഫിംഗർ ഒടിയാൻ ചാൻസ്. ഓക്കെ, 5 ഫിംഗർ ടുഗദർ വിത്ത് യുവർ പാം. ഓക്കെ, പാം ആണ് ഹിറ്റ് ചെയ്യുന്നത് നോസിൽ. ഓക്കെ, ഇനി ഇതിന് പവർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഇതിപ്പോ ആക്ച്വലി സി സ്ട്രീറ്റിലൊക്കെ വന്ന് നമുക്ക് വരുന്ന അഡ്രിനലൈൻ റഷ് അതുപോലെ തന്നെ നമ്മുടെ ഒപ്പണന്റിനും കാണും. ഓക്കെ, ദേ വിൽ ഓൾസോ റിയാക്ട്. അവര് ഫ്രണ്ടിലോട്ട് മുഖം വെച്ച് തരത്തില്ല, മുഖം മാറ്റും, അല്ലെങ്കിൽ യു ഹാവ് ടു ബി ഫാസ്റ്റ് ആൻഡ് വിത്ത് പവർ അല്ലേ. ഞാനിപ്പോ ഇങ്ങനെ ഇത് ചെയ്ത് പവർ കൊടുക്കണം. പവർ ഇല്ലെങ്കിൽ വെയിറ്റ് വേണം. വെയിറ്റ് എവിടെ നിന്ന് വരും, നമ്മുടെ ബോഡി വെയിറ്റ്. ഓക്കെ, നമ്മൾ CPR ചെയ്യുമ്പോൾ അല്ലെ 2.5 ഇഞ്ച് അങ്ങാണ്ട് പ്രസ് ചെയ്യണ്ടേ. സോ അവിടെ CPR ചെയ്ത് നമ്മൾ ബോഡി വെയിറ്റ് അല്ലേ അപ്ലൈ ചെയ്യുന്നത് അല്ലെ. അവിടെ ഒരിക്കലും വെച്ചിട്ട് ഇങ്ങനെ പുഷ് ചെയ്യുമല്ലോ, യൂസ് ബോഡി വെയിറ്റ് അല്ലേ. ഐ മീൻ കറക്റ്റ്, നമ്മൾ ബോഡി വെയിറ്റ് അപ്ലൈ ചെയ്താലല്ലേ ആ 2.5 ഇഞ്ച് കംപ്രസ് ആകത്തുള്ളൂ. ഓക്കെ അല്ലെ, സെയിം പ്രിൻസിപ്പിൾ തന്നെ ബോഡി വെയിറ്റ്. അപ്പൊ ബോഡി വെയിറ്റ് ഓക്കെ, ഞാൻ ഇവിടുന്ന് ഇതല്ല ചെയ്ത് എന്റെ ഷോൾഡർ വെച്ച് ഞാൻ സ്ലൈറ്റ്ലി പുഷ് ചെയ്യും, സോ ദാറ്റ് എന്റെ ബോഡി വെയിറ്റ് അതിൽ വരും. അപ്പൊ ഇത് കുറെ കൂടെ എഫക്റ്റീവ് ആവും. സെയിം മൂവ്മെന്റ് ആണ് നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. ഓക്കെ, കൈ ഈ മൂവ്മെന്റ് ചെയ്യുന്നത്, അതിലൂടെ അതിനെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കണമെങ്കിൽ 1. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്യും, ഷോൾഡർ, സോ റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുമ്പോൾ റൈറ്റ് ഷോൾഡർ ഫ്രണ്ടിലോട്ട് വരും, അപ്പൊ ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് ഇച്ചിരി ബാക്കിലോട്ട് വരും. ഓക്കെ, അപ്പൊ ഇത്ര ഇതേ ഉള്ളൂ. 1 and back, 2 and back. Very good, nice. 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ട് ചെയ്ത്. ഓക്കെ, സോ ഇതിനകത്തല്ലേ വലിയ ടെക്നിക്കൽ വലിയ കാര്യം. ഓൺലി തിങ് വെയിറ്റ് വേണം. വെയിറ്റ് ഇല്ലെങ്കിൽ അത് ജസ്റ്റ് ഇതാകത്തേ ഉള്ളൂ. ഇനി വെയിറ്റ് ഇല്ലാതെ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് പുഷിങ് അല്ലെ. ഐ മീൻ സ്പീഡ് ഇല്ലാതെ വെയിറ്റ് മാത്രമാണെങ്കിൽ ഞാൻ പുഷ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, സോ സ്പീഡും വേണം വെയിറ്റും വേണം. ബോഡി വെയിറ്റ് നമ്മുടെ ഈ സെയിം മൂവ്മെന്റ് അല്ലെ, നമ്മൾ ചെസ്റ്റ് പ്രസ് ചെയ്യുന്ന അതേ മൂവ്മെന്റ് ബോഡി വെയിറ്റ് ഇടുന്ന പോലെ ഇവിടെ ബോഡി വെയിറ്റ് ഇട്ടു. ഓക്കെ, സോ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ വി കോൾ ഇറ്റ് ഹാമർ. ഓക്കെ, ഹാമർ കണ്ടിട്ടുണ്ടല്ലോ നമ്മള് ചുറ്റിയ. ഓക്കെ, സോ ഇത് ഇമാജിൻ ഇതൊരു ഹാമർ ആണ്. ഓക്കെ, ഇത് ഹാമറിന്റെ ഹെഡ് ആണ്. ഓക്കെ, കൈ ഹാമറിന്റെ ഹെഡ് ആണ്. സോ ഈ ഭാഗം നമ്മൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫിസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ഫോൾഡ് ചെയ്തേ, ആൻഡ് ഇൻഡെക്സ് ഫിംഗർ തമ്പ് ചേർന്നിരിക്കണം. ഓക്കെ, തമ്പ് കൊണ്ട് ഇൻഡെക്സ് ഫിംഗർ പ്രസ് ചെയ്ത് വെക്കണം. ഓക്കെ,
അപ്പൊ ഈ സൈഡിൽ നോക്കിയാൽ നിങ്ങളുടെ അതായത് അഗൈൻ ലിറ്റിൽ ഫിംഗർ ആ സൈഡിൽ ടച്ച് ചെയ്യണ കാണാം, നല്ല ഹാർഡാ. അല്ല നിങ്ങൾക്ക് കൈപ്പതൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്തറിയാം, ഇത് നല്ല ഹാർഡാ. ഇത് വെച്ചിട്ട് ഹിറ്റ് ചെയ്യാം, കാരണം ഇത് അഗൈൻ പെട്ടെന്ന് ഇഞ്ചുറി വരുത്തില്ല. ഓക്കെ, ഇത് നോസിലാണ് ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് സ്ട്രെയിറ്റ് അല്ല ഞാൻ ചെയ്യുന്നത്, ഇവിടുന്ന് 1. സോ ഇത് ഹാമർ ആണ്, ഹാമർ കൈ പിടിച്ചിട്ട് വരും എന്റെ ഹാൻഡിലായി ഇവിടുന്ന് 1 and back. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് 1 2 3 4. ഓക്കെ, സ്ലോലി ചെയ്തിട്ട് പതുക്കെ സ്പീഡ് കൂട്ടിയാൽ മതി. ഓക്കെ, കൈ കൊടയരുത്, ബോഡി യൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് നാച്ചുറലി വരുന്ന കാര്യമാണ്. ഓക്കെ, 1 and back. ഇറ്റ്സ് ലൈക്ക് വിപ്പിംഗ്, ഈ ഒരു മൂവ്മെന്റ് ആണ്. ഓക്കെ, റെഡി? ഒത്തിരി ഇനി നിൽക്കുമ്പോൾ സെമി പാസീവ് സ്റ്റാൻസിൽ നമ്മൾ റിജിഡ് ആയിട്ട് നിൽക്കരുത്. മസിൽ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ടയേർഡ് ആകും ആൻഡ് സ്പീഡ് കാണുന്നത്. ജസ്റ്റ് റിലാക്സ്. ഓക്കെ, വെയിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ആളെ ജസ്റ്റ് പാസിഫൈ ചെയ്യാൻ നോക്കി. ഓക്കെ, സ്ട്രെയിറ്റ്, റെഡി? ചെയ്ത് നോക്കാം. 1. ഓക്കെ, ഇതല്ല, ദിസ് ഇസ് എ പഞ്ച്. സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുന്ന പഞ്ചാണ്, പഞ്ചല്ല ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഈ മൂവ്മെന്റ് ഇതാണ്. കൈ സ്ട്രെയിറ്റ് ആകുന്നില്ല, ഈ മൂവ്മെന്റ് അല്ല. നമ്മൾ പാം സ്ട്രൈക്ക് നമ്മൾ ഫുള്ള് സ്ട്രെയിറ്റ് ആക്കി, ഇത് സ്ട്രെയിറ്റ് അല്ല, ഇത്രയേ ഉള്ളൂ. റെഡി? 1 2. ഓക്കെ, ലെഫ്റ്റും റൈറ്റും മാറി 3 4 5. വെരി ഗുഡ് 6 7 8 9 10. വെരി ഗുഡ്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി 2 അറ്റാക്ക് പഠിച്ചു. ഓക്കെ, സോ ഇത് ക്ലോസ് റേഞ്ചിൽ, അതായത് ആൾ അത്ര ക്ലോസ് ആണ്, ലൈക്ക് ഒരു ATM-നകത്ത്, ഓക്കെ, അല്ലെങ്കിൽ ലിഫ്റ്റിനകത്ത്, അല്ലെങ്കിൽ ഒരു കൺഫൈൻഡ് സ്പേസിൽ അറ്റാക്ക് ചെയ്യാൻ വരുവാണ്. ദിസ് ഇസ് ഈസിയസ്റ്റ് ഓപ്ഷൻസ്. ഓക്കെ, ഹിറ്റ് ചെയ്യുക. ഇനി ഇതെങ്ങനെ ചെയ്യണം, ഇതിനായിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഇതിപ്പോ നമ്മൾ ഹിറ്റ് ചെയ്യാൻ പഠിച്ചു. നെക്സ്റ്റ് അടുത്ത വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഓപ്ഷൻ? ഇപ്പൊ ഇടി കൊണ്ടു ആള് താഴെ വീണു, നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഓടി രക്ഷപ്പെടുക. ഓക്കെ, സോ ഓടുമ്പോ ചെറിയ പ്രശ്നം വരുന്നത് പറഞ്ഞു, ഇടിച്ച ആള് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അത് ഡിപ്പെൻസ്. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റിയ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ഓടുക. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ഓക്കെ, ചിലപ്പോൾ ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞുകൊണ്ടായിരിക്കും ആളെടുത്ത് നൈഫ് സ്റ്റാബ് ചെയ്യുന്നു. ഓക്കെ, സി അഗൈൻ. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദ ജോക്ക്, നമുക്ക് ഇതിനകത്ത് ലീഗൽ റൈറ്റ്സ് ഉണ്ട്. സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് യുവർ ലീഗൽ റൈറ്റ്. ഓക്കെ, ടു പ്രൊട്ടക്ട് യുവർ സെൽഫ്. അതിന് നമുക്ക് എപ്പോഴും ഒരു എക്സ്റ്റേണൽ ഏജൻസി അല്ലെങ്കിൽ എന്നെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ പോലീസിനെ വിളിച്ച് എനിക്ക് ഇമ്മീഡിയറ്റ്ലി ആ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സെൽഫ് ഹെൽപ്പ് എന്നുള്ളത് ഒരു ലീഗൽ റൈറ്റ് ആണ്, എല്ലാവരുടെയും ലീഗൽ റൈറ്റ്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി, IPC 96-106 അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് യുവർ ലീഗൽ റൈറ്റ്. ഈവൻ ഇൻ സം കേസസ് യു ക്യാൻ ഈവൻ കിൽ യുവർ അറ്റാക്കർ. ഓക്കെ, കൊല്ലണമെന്നല്ല പറയുന്നത്, പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ കൊന്നില്ല, അയാൾ എന്നെ കൊല്ല, അതായത് ഈസ് ട്രൈങ് ടു കിൽ മീ വിത്ത് എ വെപ്പൺ, അല്ലെങ്കിൽ ഈസ് ഗോയിങ് ടു കിൽ മീ, അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു 7 ക്ലോസസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ലീഗൽ സൈഡ് ഞാൻ പറയാം. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. സെക്ഷൻ 100 IPC ഇന്ത്യൻ പീനൽ കോഡിലുണ്ട്. അത് റേപ്പ്, അൺനാച്ചുറൽ സെക്സ്, കിഡ്നാപ്പിംഗ്, ആസിഡ് അറ്റാക്ക്, റോബറി, അങ്ങനെ ഒരു 2 കൂടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു 7 സിറ്റുവേഷൻ ഇത് കേസസിൽ യു ക്യാൻ ഈവൻ കിൽ യുവർ ഒപ്പണന്റ്. ഓക്കെ, അപ്പൊ അതിനുള്ള റൈറ്റ് ഉണ്ട്. ഓൺലി തിങ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ റിയാക്ട് ചെയ്യാനുള്ള സ്കില്ലും കൂടെ ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പൊ എപ്പോഴും ചെയ്യണമെന്നല്ല. സോ അഗെയിൻ, അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അറ്റാക്ക് ആൻഡ് എസ്കേപ്പ്. അവിടെ ഒരു റൈറ്റ് ഇല്ല, അയ്യോ ഞാൻ ഇടിച്ച് താഴെ ഇട്ട് ഇനി ആളെ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടില്ലെങ്കിൽ എനിക്ക് നാളെ പണിയാകുമോ, അതല്ല. ഓക്കെ, ഈസ് ട്രൈങ് ടു കിൽ മീ വിത്ത് എ നൈഫ്. ഞാൻ കിക്ക് ചെയ്തു, സുരേഷ് സാർ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഗ്രോയിനിലായി കിക്ക് ചെയ്ത്, ഓക്കെ, ഒറ്റ ഇതിന് താഴെ വീണു, ത്രോ ദ നൈഫ് ആൻഡ് റൺ. അവിടുന്ന് പിന്നെ ആളെ എണീപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, ഇറ്റ്സ് നോട്ട് അവർ ഡ്യൂട്ടി. ഓക്കെ, നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷൻ, അതാണ് ഫസ്റ്റ് തിങ്. ഓക്കെ, അത് ഓർക്കണം. ഓക്കെ, അപ്പം ഇനി നമ്മൾ ലെറ്റ്സ് കം ബാക്ക് ടു ദ പോയിന്റ്. നമ്മൾ 2 സ്ട്രൈക്ക് പഠിച്ചല്ലേ. നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്താണെന്നാണ്. ഓക്കെ, സോ ഇമ്മീഡിയറ്റ് ആക്ഷൻ മീൻസ് ഓടാം. പക്ഷെ ഓടുന്നതിന് മുമ്പ് നോക്കണം വേറെ ആരെങ്കിലും കൂടെ ഇല്ലല്ലോ എന്ന്. ഓക്കെ, ഇല്ല ഞാൻ ഓടുമ്പോഴായിരിക്കും വേറൊരാൾ വന്നിട്ട് ഇടിക്കുന്നു. ഓക്കെ, സോ നമ്മളിപ്പോ ഇത് ചെയ്തല്ലോ, പാം സ്ട്രൈക്ക് ചെയ്തു, ഹാമർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇമ്മീഡിയറ്റ്ലി ഞാൻ ചെയ്യുന്നത് വാച്ച് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഓക്കെ, സോ ഫ്രണ്ടിലായിരിക്കും ഞാനിപ്പോ സപ്പോസ് ഇപ്പൊ എല്ലാവരും നമ്മൾ ക്യാമറ ഫേസ് ചെയ്ത് നിൽക്കുക. ഓക്കെ, അറ്റാക്കർ ഫ്രണ്ടിലാണ്, നമ്മൾ അറ്റാക്ക് ചെയ്തു. നെക്സ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഞാൻ ഏതെങ്കിലും ഒരു സൈഡിലോട്ട്, യു ക്യാൻ മൂവ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ് സൈഡ്. ഓക്കെ, നേരെ ബാക്കിലോട്ടല്ല, കാരണം നേരെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തൊരാൾ വരുവാണെങ്കിൽ
അയാളുടെ അടുത്തോട്ട് ചെല്ലും. ഓക്കെ, സോ ഇവിടുന്ന് ഞാൻ നേരെ ജസ്റ്റ് ടേൺ ചെയ്തു. ഓക്കെ, സോ എന്റെ കാല് ഞാനിപ്പോ ബോത്ത് ലെഗ് പാരലൽ, ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു സൈഡിലോട്ട് ടേൺ ചെയ്തു. ഓക്കെ, സൈഡിലോട്ട് ടേൺ ചെയ്ത് ആയിക്കോട്ടെ 360 വിഷൻ. ഓക്കെ, എനിക്ക് ഇവിടുന്ന് ബാക്ക് കാണാം, ഫ്രണ്ട് കാണാം. ഫ്രണ്ട് ഓൾറെഡി എനിക്ക് കാണാം അല്ലെ, നമ്മൾ നിൽക്കുമ്പോൾ ഫ്രണ്ട് കാണാം. സോ വാച്ച് ദെൻ യു റൺ. ഓക്കെ, സോ വി കോൾ ഇറ്റ് സ്കാനിങ്. ഓക്കെ, സ്കാനിങ് നമ്മുടെ മെഡിക്കൽ ടൈം പോലെ തന്നെ അല്ലെ, ക്രൗ മഗയിൽ ഇത് സ്കാനിങ് എന്ന് പറയും. ഓക്കെ, സ്കാൻ മീൻസ് യു ഹാവ് ടു വാച്ച് യുവർ സറൗണ്ടിങ്. രണ്ട് റീസൺ ഉണ്ട്. ഒന്ന്, നമുക്ക് വേറെ ആരെങ്കിലും അറ്റാക്കർ ഉണ്ടോ, കാരണം നമ്മൾ ഒരാൾ അല്ലെ, നമ്മളത് ആ സമയത്ത് ടണൽ വിഷൻ ആയി പോകും. അഗെയിൻ അഡ്രിനാലിൻ റഷ് വരുമ്പോൾ ഒരു ഇതാണ് ടണൽ വിഷൻ, ഓഡിറ്ററി എക്സ്ക്ലൂഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ, സോ സൗണ്ടും കേൾക്കത്തില്ല, ഫ്രണ്ടിൽ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യും. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് കുറെ ഡ്രിൽസ് ഉണ്ട് ക്രൗ മഗയിൽ. ഓക്കെ, യു ഹാവ് ടു ഓൾവേസ് മെയിൻറ്റെയിൻ യുവർ 360 വിഷൻ. കാരണം ഇറ്റ് ഈസ് നോട്ട് എ കോമ്പറ്റീഷൻ. ഞാൻ ഒരാളുമായിട്ട് 1-on-1 ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവല്ല. ഓക്കെ, ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴായിരിക്കും ബാക്കിൽ നിന്ന് ഒരാൾ വന്ന് തലക്കെട്ടടിക്കുന്നത്, അല്ലെ സൈഡിൽ നിന്ന് വന്നിട്ട് ചവിട്ടി താഴെ ഇടുന്നു. ഓക്കെ, സോ സ്ട്രീറ്റില് ആൻഡ് ഫസ്റ്റ് റൂൾ ഓഫ് ക്രൗ മഗ ദർ ഇസ് നോ റൂൾസ്. നമ്മൾ ക്രൗ മഗയിൽ ചെയ്യുന്നത് നോ റൂൾസ്. ഓക്കെ, അപ്പം ഇമ്മീഡിയറ്റ്ലി വാഷ്. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നോക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് സറൗണ്ടിങ്സിന് എന്തെങ്കിലും കാര്യം കിട്ടി ആസ് എ വെപ്പൺ യൂസ് ചെയ്യാൻ. ഓക്കെ, വെപ്പൺ ആണെന്നില്ല, ചിലപ്പോൾ ഒരു സ്റ്റിക്ക് കിട്ടി, അല്ലെങ്കിൽ എന്ത് സാധനമാണെങ്കിൽ ഈവൻ ഐ ക്യാൻ യൂസ് എ പെൻ. ഓക്കെ, ഒരു പെൻ കിട്ടുവാണെങ്കിൽ പെൻ, അല്ലെങ്കിൽ ഒരു പൊട്ടിയ ബോട്ട്, എന്ത് സാധനം വേണമെങ്കിലും സറൗണ്ടിങ്സിലുള്ള യൂസ് ചെയ്യും. അത് ക്രൗ മഗയിൽ അതിനെപ്പറ്റി തന്നെ ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ട്, ലൈക്ക് കോമൺ അവൈലബിൾ ഒബ്ജക്ട്സ്, നോട്ട് വെപ്പൺസ്, കോമൺ അവൈലബിൾ ഒബ്ജക്ട്സ്. ഓക്കെ, അത് നമുക്കൊന്ന് കവർ ചെയ്യാം. ഓക്കെ, കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതിനു വേണ്ടിയിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. എനി ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ്? ഓക്കെ, ഓക്കെ, സോ സ്കാൻ മീൻസ് വാച്ച്, വേറെ ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും വെപ്പൺ സറൗണ്ടിങ്സ് ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ റിഗാർഡിങ് റണ്ണിങ്, എപ്പോഴും നമുക്ക് ഓടാൻ പറ്റണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ കൂടെ ഫാമിലി ഉണ്ട്, വൈഫ് ഉണ്ട്, കുട്ടിയുണ്ട്. ഓക്കെ, അപ്പൊ എല്ലായിടത്തും ഓട്ടം നടക്കത്തില്ല. സ്വന്തമായിട്ട് ഓടാനും പറ്റത്തില്ല, ഇടിച്ചു കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഓടാനും പറ്റത്തില്ല. ദെൻ യു മേ ഹാവ് ടു ഫൈറ്റ് അഗെയിൻ. ചിലപ്പോൾ ആള് അഗെയിൻ നമ്മൾ എപ്പോഴും അസ്യൂം ചെയ്യുന്ന ദർ ആർ മൾട്ടിപ്പിൾ അറ്റാക്കേഴ്സ്, സ്പീഡിൽ സിംഗിൾ അറ്റാക്കർ അല്ല. ഓക്കെ, സോ വരുന്ന അയാളുടെ കൂടെ ചിലപ്പോൾ 2, 3, 4 പേര് കണ്ടെന്നിരിക്കും. ഓക്കെ, സോ ഒരാളെ ഇട്ടിട്ട് ഓടാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ യു ഹാവ് ടു ഫൈറ്റ് അഗെയിൻ അല്ലേ. അപ്പൊ ക്രൗ മഗ ഇതാണ് ഒരു റിയലിസ്റ്റിക് സിറ്റുവേഷൻ. അല്ലാതെ നമുക്ക് ഇടിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി ഓടി രക്ഷപ്പെടാം, നമ്മൾ വിട്ട് നമ്മുടെ കാര്യം ചിലപ്പോൾ ഈ പറഞ്ഞ സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ഓടാൻ പറ്റത്തില്ല. ഓക്കെ, സോ അതിനും കൂടെ പ്രിപ്പയർ ആയിരിക്കണം. അതിനാണ് സ്കാൻ ചെയ്യുന്നത്. സോ സ്കാൻ ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് അറ്റാക്കർ വന്ന് യു ആർ റെഡി, യു ക്യാൻ ഫൈറ്റ്, കിക്ക് അഗെയിൻ, ഇറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. ഓക്കെ, ബട്ട് യു ആർ റെഡി അറ്റ്ലീസ്റ്റ്. ഇവിടുന്ന് ഇടിച്ചിട്ട് ഞാൻ ഇവിടെ ചുമ്മാ നിൽക്കുവല്ല, 1, 2 ആൻഡ് ബാക്ക് ആൻഡ് വാച്ച്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ചെയ്തതിന് സ്പീഡ് വേണ്ട. ഓക്കെ, ഫോർഗെറ്റ് അബൌട്ട് സ്പീഡ്. ഇപ്പം ജസ്റ്റ് ആ ടെക്നിക് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. 1, 2, ഓക്കെ, ഹിറ്റ് ചെയ്തു ആൻഡ് ജസ്റ്റ് വാച്ച്. ഓക്കെ, വാച്ച് മീൻസ് നിങ്ങൾ ഇപ്പൊ ക്യാമറ ഫേസ് ചെയ്ത് നിൽക്കുവാണ്, നിങ്ങൾ ടേൺ ചെയ്യുമ്പോൾ ബാക്ക് 360 വിഷൻ കിട്ടണം. കാരണം ഇത് ഓൾറെഡി നമുക്കുണ്ട്. ഓക്കെ, ഇവിടെ ഒരു 140 ഡിഗ്രി നമുക്ക് ഓൾറെഡി നമ്മുടെ വിഷനിലുണ്ട്. സ്റ്റിൽ അഡ്രിനാലിൻ റഷ് വരുമ്പോൾ ഇത് ടണൽ വിഷൻ ആയി പോകും, സൈഡും ഒന്നും കാണത്തില്ല. ഓക്കെ, ഓൾവേസ് വാച്ച്, ഹിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ, സോ ഇപ്പൊ വേറൊരു കാര്യം, നമ്മൾ ഒരിക്കലും സിംഗിൾ അറ്റാക്ക് അല്ല. ഓക്കെ, ഫ്രണ്ടിൽ നിൽക്കുന്നവരല്ല 1, 2 ഇതല്ല, വി ഡു മൾട്ടിപ്പിൾ അറ്റാക്സ്. ഓക്കെ, കാരണം ചിലപ്പോൾ ഫസ്റ്റ് വൺ മിസ്സായി ആൻഡ് ഇൻ സ്ട്രീറ്റ് ദർ ഇസ് ഓൾവേസ് എ സ്മാർട്ടർ പേഴ്സൺ ദാൻ യു. ഓക്കെ, നമ്മളെക്കാട്ടിലും സ്മാർട്ട് ആയിട്ടുള്ള സ്പീഡ് ആയിട്ടുള്ള ആള് കാണും എന്ന് അസ്യൂം ചെയ്യുക. സോ ദാറ്റ് ഞാൻ പഞ്ച് ചെയ്യുമ്പോൾ ആള് മുഖം മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെ അത് മിസ്സാവും. സോ യു ഹാവ് ടു ഡു 1, 2 സ്ട്രൈക്സ്. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യുമ്പോൾ ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ 1, 2, 3, 4 യു ഹാവ് ടു ഡു 4 അറ്റാക്സ്. പാം സ്ട്രൈക്ക്, ഹാമർ. അതായത് ആള് താഴെ പോകുന്നവരെ ഹിറ്റ് ചെയ്യുക. ഓക്കെ, 1, 2, 3, 4 ആൻഡ് സ്കാൻ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ആയിരുന്നു. 1, 2, 3, 4 ആൻഡ് സ്കാൻ. ഓക്കെ, ക്ലിയർ ചെയ്യാലോ? റെഡി, ഗോ. കം ടു സെമി പാസീവ് സ്റ്റാൻസ്. ഓക്കെ, എൽബോസ് ക്ലോസ് ടു യുവർ ബോഡി ആൻഡ് 1, 2, 3, 4 ആൻഡ് സ്കാൻ. ഓക്കെ, വരണേ 10 minutes. Okay, 2 palm strike, hammer and scan. 3 4 ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, 5. Okay, and one more thing, try to exhale. Okay,
ഓരോ സ്ട്രൈക്ക് ചെയ്യുമ്പോഴും എക്സൈൽ ചെയ്യാൻ നോക്ക്. കാരണം എക്സൈൽ ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇൻഹേൽ ചെയ്തോളും അല്ലെ. എക്സൈൽ ചെയ്തില്ലെങ്കിൽ ബ്രീത്ത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ടയർഡ്. ഓക്കെ, സോ അത് ഒരു ഹാബിറ്റ്, അത് പ്രാക്ടീസ് ചെയ്താലേ വരത്തുള്ളൂ. ഓക്കെ, അത് എക്സൈൽ ചെയ്യുന്ന ഇമീഡിയറ്റ്ലി വരത്തില്ല, ബട്ട് മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. ചെയ്യുവാണെങ്കിൽ ആക്റ്റീവ്ലി എക്സൈൽ ചെയ്യാൻ നോക്കുക. ഓക്കെ, എക്സൈൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഹേൽ വന്നോളൂ. സോ നമ്മൾ ഈ മൂവീസിലൊക്കെ അതാണ്, ഈ കരാട്ടെ ഇതിന്റെയൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു ഷൗട്ട് ചെയ്യുന്ന ഒരു റീസൺ അതാണ്. ആൻഡ് ബോഡി നല്ല ശരിക്കും ടൈറ്റ് ആണ്. ഓക്കെ, സോ തിരിച്ചിങ്ങോട്ട് ഒരു പഞ്ച് വല്ലതും വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് താഴെ പോകത്തില്ല. ഓക്കെ, റെഡി. ഈ സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ അപ്പോഴും ഫേസിന്റെ അവിടെ തന്നെ ഇങ്ങനെ കൈവെക്കണം. യെസ്, പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, കാരണം നമ്മള് ഇത് പ്രൊട്ടക്ട് ചെയ്യണം. കാരണം സ്കാൻ തിരിയുമ്പോഴായിരിക്കും ചിലപ്പോൾ സൈഡിൽ നിന്ന് വരുന്ന ഇടി. ഓക്കെ, സോ ഇത് ഫേസ് എപ്പോഴും പ്രൊട്ടക്ട്. ബോഡി എവിടെയെങ്കിലും ഒരു പഞ്ച് കിട്ടിയാലൊക്കെ പെട്ടെന്ന് താഴെ പോകത്തില്ല. അഡ്രിനാലിൻ റഷ് ആ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾ പോകത്തില്ല. പക്ഷെ ഫേസിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നേരെ നോക്കൗട്ട് ആവും. ഓക്കെ, സോ ഓൾവേസ് പ്രൊട്ടക്ട് യുവർ ഫേസ്. സ്കാൻ ചെയ്യുമ്പോഴും ടു കീപ് യുവർ ഹാൻഡ്സ് ഹിയർ. ഓക്കെ, റെഡി. 6. ഓക്കെ, മൂവ് ചെയ്യണം. അവിടെ നിന്ന് നോക്കിയാൽ പോരാ. ലൈക്ക് ഇതല്ല 1 2 3 4 തിരിഞ്ഞു നോക്കുവല്ല. യു ഹാവ് ടു ടേക്ക് യുവർ ബോഡി ഔട്ട് ഓഫ് ദ ലൈൻ ഓഫ് അറ്റാക്ക്. സോ ദിസ് ഇസ് ദ ലൈൻ ഓഫ് അറ്റാക്ക് അല്ലേ. എന്റെ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കും. ഇമാജിൻ യു ആർ ആൻ അറ്റാക്കർ. ഞാൻ നിൽക്കുന്ന അറ്റാക്കറാണ്. ഞാൻ ലൈൻ ഓഫ് അറ്റാക്ക്. സോ ഇവിടെ ഇമ്മീഡിയറ്റ്ലി എനിക്ക് മാറണം. ഓക്കെ, ആൻഡ് വാച്ച്. സോ ഇവിടെ നിന്നിട്ട് നമ്മൾ 1 2 3 4 തിരിഞ്ഞു നോക്കുവല്ല. ബോഡി ഔട്ട് ഓഫ് ദ ലൈൻ ഓഫ് അറ്റാക്ക്. ഓക്കെ, റെഡി. 6. ഓക്കെ, പഞ്ച് അല്ല, ഹാമർ. സാഗർ സർ, 2 punches. ഓക്കെ, പഞ്ച് വേണ്ട. പാം സ്ട്രൈക്ക്, ഹാമർ, ഇത് മതി. ഓക്കെ, ഈ മൂവ്മെന്റ് ഇത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ്. കാരണം പഞ്ചിനെക്കാൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. 7. 8. 9. 10. ഓക്കെ, സോ നമ്മളൊരു വളരെ ബേസിക് റൂഡിമെന്ററി ആയിട്ടുള്ള 2 അറ്റാക്ക് പഠിച്ചു. ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ് എന്തെങ്കിലും ഇത്രയും പറഞ്ഞ? ഈ എക്സൈൽ ചെയ്യണത് കറക്റ്റ് ആയിട്ട് പഞ്ച് ചെയ്യുമ്പോൾ ചെയ്യണം അല്ലേ? അറ്റാക്ക് ചെയ്യുമ്പോൾ എക്സൈൽ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ആ സമയത്ത് നമ്മുടെ ബോഡി ഒന്ന് അത് എക്സൈൽ ചെയ്യുന്നത് ഫുൾ യൂസ് യുവർ സ്റ്റൊമക്. ഓക്കെ, സോ ദാറ്റ് ബോഡി ഫുൾ ഒന്ന് കോൺട്രാക്ട് ആയാലും ഒന്ന് ടൈറ്റ് ആവും എക്സൈൽ ചെയ്യുമ്പോൾ. അത് നമ്മൾ ഡെലിബറേറ്റ്ലി പഞ്ച് അങ്ങനെ ചെയ്ത് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതൊരു ഇൻവോൾവ് ആക്ഷൻ. അവിടെ നമുക്ക് ലൈക്ക് ഇപ്പൊ ഞാനിപ്പോ എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് ഇവിടെ ഹിറ്റ് ചെയ്യാം. കാരണം സ്ട്രോങ് ആക്കി വെച്ചിരിക്കുക, നമ്മൾ ടൈറ്റ് സ്ക്യൂസ് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, അത് ഫൈറ്റ് ചെയ്യുമ്പോൾ അതാണ് നമുക്ക്. കാരണം തിരിച്ചല്ലേ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ടും കിട്ടും. ഓക്കെ, ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും മസിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഫൈറ്റ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് ആ ബോഡി അത് ഫാസ്റ്റ് ആകും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു കാർ ഓടിക്കുകയാണ്, ഒരു ജംഗ്ഷൻ വരും അല്ലെ. ജംഗ്ഷൻ നമ്മൾ ചിലപ്പോൾ മൊബൈലിൽ ഇത് വണ്ടിയിൽ പാട്ട് കേട്ടോണ്ടിരിക്കുമായിരിക്കും, വേറെ പല കാര്യങ്ങൾ ആലോചിക്കും. പക്ഷെ അവിടെ അറിയുന്നില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്പീഡ് കുറയ്ക്കുക അല്ലെങ്കിൽ ഹോൺ അടിക്കുകയും സ്റ്റോപ്പ് ചെയ്യും. എപ്പോഴും വന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി നോക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചൊരു അഡ്വാൻസ് ലെവലിലാണ്. ബട്ട് ഇത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. ചെയ്തേ നോക്കുക. ഓക്കെ, ക്ലിയർ. ഇനി ഇപ്പൊ നമ്മൾ ഹാമർ ചെയ്തില്ലേ, സോ ഈ ഹാമർ തന്നെ നമുക്ക് ഡിഫറെന്റ് ഇതിനെ മോഡിഫൈ ചെയ്തെടുക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു കോമൺ വെപ്പൺ, ഇപ്പം ഒരു പെൻ അല്ലെങ്കിൽ ഫോർ ലേഡീസ് ചിലപ്പം ഷീപ്പ് കാണും. ഓക്കെ, കയ്യിൽ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഒരു വെപ്പൺ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പോ ഹാമർ ചെയ്യാൻ പഠിച്ചില്ലേ, സെയിം ടൈം ഞാനിപ്പോ ഇതിപ്പോ ഒരു പെന്നാണ്. ഓക്കെ, സോ നമ്മൾ ഇതുപോലെ ഹോൾഡ് ചെയ്തു, തമ്പ് കൊണ്ട് ഇത് ഇവിടെ പിടിച്ചു. ഐ ക്യാൻ യൂസ് ഇറ്റ് ആസ് എ വെപ്പൺ. ഇത് ചിലപ്പോൾ ഇതിന് വരെ ഒരു കോമ്പായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്ത് സാധനമാണെങ്കിലും ഓക്കെ, ഒരു വെപ്പൺ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അത് വേണ്ട, എനിക്കൊരു ന്യൂസ് പേപ്പർ കിട്ടി അല്ലെങ്കിൽ ഒരു ബുക്ക് കിട്ടി. ഓക്കെ, സോ ഐ ക്യാൻ യൂസ് ഇറ്റ് ആസ് എ വെപ്പൺ. സോ ഇത് ജസ്റ്റ് നമ്മൾ റോൾ ചെയ്യുക. ഇത് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഹാർഡാണ് ഹിറ്റ് ചെയ്യാൻ. ഓക്കെ, സോ ഇത് ഈവൻ ന്യൂസ് പേപ്പർ ഇതെല്ലാം ബാക്കി മൂവ്മെന്റ് സെയിം ആണ്, നമ്മൾ ഹാമർ ചെയ്ത പോലെ. ഓക്കെ, അതാണ് ഹാമർ ഈസി. നമ്മൾ അതിന് വേണം ഈസി ടു ഡു ആൻഡ് കുറെ കൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇത് കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ സിലബസിൽ ഇല്ലാത്തൊരു കാര്യം, ജസ്റ്റ് നമ്മളിപ്പോ അത് കവർ ചെയ്യുന്നില്ല, ടൈം ഒത്തിരി ഇതാകുന്നുണ്ട്. ഹാമർ എനിക്ക് സൈഡിലോട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ സൈഡിൽ ഒരാളുണ്ട്, എനിക്ക് ഹാമർ സൈഡിലോട്ട് ചെയ്യാം.
ബാക്കിലാറുണ്ട്, ബാക്കിലോട്ട് ചെയ്യാം. ഓക്കെ, സോ എന്റെ ബാക്ക് ഗ്രോയിൽ എനിക്ക് ഹിറ്റ് ചെയ്യാം. ഓക്കെ, നേരെ മേളിലോട്ട് ചെയ്യാം, ഇത് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു ഒറ്റ ടെക്നിക്ക് തന്നെ നമുക്ക് ഡിഫറെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഇതിനെ മോഡിഫൈ ചെയ്തെടുക്കാം. ഓക്കെ, സോ ഹാമർ ക്ലിയർ ആയല്ലോ. ഓക്കെ, ഹാമർ പാം സ്ട്രൈക്ക് നമ്മൾ ഒത്തിരി കൂടുതൽ നമുക്ക് എൽബോ ചെയ്യാൻ ഡിഫറെന്റ് ഇതുണ്ട്, പക്ഷെ അതൊക്കെ കുറച്ച് ട്രെയിനിങ് വേണം. നമുക്ക് ഒറ്റ ഒരു സെഷൻ കൊണ്ട് പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതല്ല, സ്പീഡ് വരത്തില്ല. ഓക്കെ, സോ ഇത് ചെയ്യാം അല്ലെ, ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും. ഓൺലി തിങ് ഫാസ്റ്റ് ആയിരിക്കണം ആൻഡ് ബോഡി വെയിറ്റ്. ഓക്കെ, ഷോൾഡർ യൂസ്, ഷോൾഡർ വരുമ്പോൾ തന്നെ ബോഡി വെയിറ്റ് വരും. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ കൈ യൂസ് ചെയ്തു, കാല് യൂസ് ചെയ്യാം. ഓക്കെ, കാല് യൂസ് ചെയ്യുന്ന അഗൈൻ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ദിസ് കോൾഡ് നീ സ്ട്രൈക്ക്. ഓക്കെ, സോ ആള് ക്ലോസ് ആയിട്ട് കിട്ടുവാണെങ്കിൽ ക്യാൻ ഹിറ്റ് വിത്ത് ദ നീ. ഓക്കെ, സോ മുട്ടുകൊണ്ട് ഹിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ, ഞാൻ ഒത്തിരി ഡീപ്പായിട്ട് പോകുന്നില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലേ ഉള്ളൂ. ഐഡിയലി ഒരു കാല് ഫോർവേഡ്, ലെഫ്റ്റ് ലെഗ് ഫോർവേഡ് ആണെങ്കിൽ ഈസി ടു ഹിറ്റ് വിത്ത് യുവർ റൈറ്റ് ലെഗ്. ഓക്കെ, ലൈക്ക് ക്ലോസ് ആണ് അഗെയിൻ പറഞ്ഞ പോലെ എലിവേറ്റർ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ. ഓക്കെ, അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടോ പോയിന്റിംഗ് ഡൗൺവേർഡ്സ്. ഓക്കെ, ടോ പോയിന്റിംഗ് ഡൗൺവേർഡ്സ് ആൻഡ് യെസ് മാം പറഞ്ഞോളൂ. ഓക്കെ, കാഫ് മസിൽ തൈസ് ചേർന്ന്. ഓക്കെ, സോ ഇവിടുന്ന് 1 ഇത് ചെയ്താൽ മതി. ഓക്കെ, സ്പീഡ് പവർ ഒന്നും വേണ്ട, ജസ്റ്റ് കാരണം ആദ്യം സുജയ് സാർ പറഞ്ഞു ലെഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ നോർമലി കൈയാണ് ഫോക്കസ് ചെയ്യുന്നത്, സോ ഈസി ആയിട്ട് ഹിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിൽക്കുക, 1 സ്പീഡ് വേണ്ട, ആൻഡ് ബാക്ക്, 2 ആൻഡ് ബാക്ക്, 3. Okay, hands on guard always. 4, 5. Okay, good. ഇനി ഇത് അഗൈൻ ഇത് ചെയ്യാൻ കുറച്ചുകൂടെ ഐഡിയലി ചെയ്യാൻ പറ്റുന്നത് യു ക്യാൻ ക്യാച്ച് ഹിം. ഓക്കെ, ആളെ ക്യാച്ച് ചെയ്തിട്ട് ചെയ്യാനാണ്. ഓക്കെ, കാരണം ഇങ്ങനെ ചെയ്ത ആള് മാറിക്കളയും. ഓക്കെ, അല്ലെങ്കിൽ എത്ര ക്ലോസ് ആണെങ്കിൽ ഹിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഐഡിയലി അല്ലാതെ കിട്ടുവാണെങ്കിൽ ക്യാച്ച് ചെയ്യും, ക്യാച്ച് ആൻഡ് പുള്ളിങ്. ഓക്കെ, പുള്ളി ചെയ്തിട്ട് സ്ട്രൈക്ക്. ഇത് ഗ്രോയിനിൽ ഹിറ്റ് ചെയ്യാം, ബെൻഡ് ചെയ്തിട്ട് ചെസ്റ്റിൽ ഹിറ്റ് ചെയ്യാം, ബെൻഡ് ചെയ്തിട്ട് ഫേസിൽ ഹിറ്റ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് വന്നിട്ട് 1 ആളെ പുള്ളി ചെയ്യണം, പുൾ ആൻഡ് ഹിറ്റ്. 1, 2, 3, 4. Back leg, left leg forward, hit with your right leg. 5, 6, 7, 8, 9, 10. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞു കിക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതഗൈൻ ആൾ ഇത്ര ക്ലോസ് ആണെങ്കിൽ എനിക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും, ഇതിനെക്കാട്ടിലും ക്ലോസ് ആയിട്ട് വേണമെങ്കിൽ എനിക്ക് കിക്ക് ചെയ്യാൻ പറ്റും, മീൻ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, കിക്ക് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിക്ക്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നുമല്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നീ സ്ട്രൈക്ക് വന്നു, ഇവിടെ വന്നപ്പോ ആള് ബാക്കിലോട്ട് മാറി. എന്ത് ചെയ്ത് ഇവിടെ വന്ന് ജസ്റ്റ് കാല് എക്സ്റ്റെൻഡ് ചെയ്തു, അഗെയിൻ ഗ്രോയിനിലാണ് കിക്ക് ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടല്ലോ പറയുന്നത്? ഓക്കെ, സോ ഇവിടുന്ന് 1 ആൻഡ് കിക്ക്. ഓക്കെ, സോ നമ്മൾ നീ സ്ട്രൈക്ക് ചെയ്യുന്ന പോലെ ഇവിടം വരെ വന്നു, ആൻഡ് ഇമാജിൻ ആള് ബാക്കിലോട്ട് മാറി എന്ത് ചെയ്യും, ഇവിടുന്ന് 1 ആൻഡ് എക്സ്റ്റെൻഡ്. ഓക്കെ, സോ ഹൈറ്റ് ഒന്നും വേണ്ട, 1 ആൻഡ് ബാക്ക്. ശ്രദ്ധിക്കേണ്ട കാല് കൊടയരുതേ, കാല് കൊടയരുത്. അതായത് ഇത് ടൈറ്റ് ചെയ്ത് പിടിക്കണം. 1 ആൻഡ് ടൈറ്റ് ആൻഡ് ബാക്ക്. ഇത്രയും ഭാഗം ഒന്ന് അത് കാല് സ്ട്രൈറ്റ് ആക്കിയാൽ മതി, ഒന്ന് സ്ട്രൈറ്റ് ആക്കി കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി ഇവിടെ ടൈറ്റ്. സ്ലോ ചെയ്താൽ മതി. 1 and back. സ്ലോ ഇല്ല. ഓക്കെ, കാല് സ്ട്രൈറ്റ് ആക്കാൻ നോക്കുക മാക്സിമം. റെഡി? 1, 2, 3, 4, 5. മുട്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ട് അവിടുന്ന് കിക്ക് ചെയ്യാൻ നോക്കണേ. 6, 7, 8, 9,
10. ഓക്കെ, ഒരു 30 seconds ബ്രേക്ക് എടുത്തോ. ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാൻ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു. ചെറിയൊരു ബ്രേക്ക് എടുത്തു എല്ലാവരും. കിക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എപ്പോഴും? സർ ലെഫ്റ്റ്, നമ്മൾ ആക്ച്വലി നോർമൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലെഫ്റ്റും റൈറ്റും മാറി മാറി ചെയ്യും. കാരണം സഡൻലി നമുക്ക് ഏതാ യൂസ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ. സോ ലെഫ്റ്റും റൈറ്റും ചെയ്യും. ഞാൻ ടൈം ഒക്കെ കുറച്ചതായതുകൊണ്ടാണ് ജസ്റ്റ് റൈറ്റ് മാത്രം ചെയ്യും. ജസ്റ്റ് ഒരു ഐഡിയ തരാൻ അതേ ഉള്ളൂ. ഇത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ലെഫ്റ്റും റൈറ്റും നമുക്ക് അഗെയിൻ ചിലപ്പം റൈറ്റ് ഹാൻഡ് ഒക്കുപ്പൈഡ് ആണെന്നെങ്കിൽ പിടിച്ചിട്ട് ഹിറ്റ് വിത്ത് ദ ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, സോ ലെഫ്റ്റും റൈറ്റും നമ്മൾ നോർമലി ക്ലാസ്സിൽ ചെയ്യുമ്പോൾ എപ്പോഴും മാറി മാറി ചെയ്യും. ഓക്കെ, ആൻഡ് എനിക്ക് ഡോക്ടേഴ്സ് ഒത്തിരി ഉണ്ട്, സ്റ്റുഡൻസ് ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഒത്തിരി പേരുണ്ട്. ഈ പറഞ്ഞ പോലെ പല സിറ്റുവേഷൻസ് നമ്മുടെ ഇവിടുത്തെ അറിയാമല്ലോ പേഷ്യൻസിന്. അപ്പം ഒത്തിരി പേരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. കാല് അകത്തി വെച്ചിട്ടാണോ ഇങ്ങനെയാണോ സ്റ്റെപ്പ്? ഓക്കെ സാഗർ സർ, പറഞ്ഞോളൂ. കാല് ഇത്തിരി അകത്തി വെച്ചിട്ടാണോ ചെയ്യേണ്ടത്? ഓക്കെ, കാലൊന്ന് അടുപ്പിച്ച് വെച്ച് രണ്ട് കാലം ചേർത്ത്. അപ്പൊ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? നമ്മൾ നാച്ചുറലി നിൽക്കുമ്പോ നമ്മൾ എങ്ങനെയായിരിക്കും നിൽക്കുന്നത്? എപ്പോഴും ഷോൾഡർ ഇങ്ങനെയല്ലേ നിൽക്കുന്നത്? ഷോൾഡർ വിട്ടാ നിൽക്കുന്നത്. ഷോൾഡർ വിട്ട്. ഓക്കെ ഫൈൻ. ഓക്കെ, സോ അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം നാച്ചുറൽ ആണ്. നമ്മൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ നിൽക്കത്തില്ല അല്ലേ, ഈ ബാലൻസ് ചെയ്യാനായിട്ട് പാടുപെടും. നാച്ചുറൽ നിൽക്കുവാണെങ്കിൽ ഷോൾഡർ വിട്ട്, ദിസ് ഇസ് ഷോൾഡർ വിട്ട് അല്ലേ. ആക്ച്വലി നമ്മളെപ്പോഴും ഇതായിരിക്കും. അപ്പോൾ ആണെങ്കിൽ സ്റ്റെബിലൈസ്ഡ് ആണ്, ബാലൻസ്. നെക്സ്റ്റ് ലെവൽ വാട്ട് വി കോൾ ഈസ് ഫൈറ്റിംഗ് സ്റ്റാൻസ്. അതായത് എനിക്ക് അവിടെ ടൈം കിട്ടിയ ആള് ലൈക്ക് ഇത് സഡൻലി വന്നു, എന്റെ കാല് പോലെ എനിക്കടുത്ത് ഫ്രണ്ടിൽ വെക്കാൻ പറ്റിയില്ല. ഓക്കെ, പക്ഷെ എനിക്ക് ടൈം കിട്ടി, റെഡി ആണെങ്കിൽ ഞാൻ ലെഫ്റ്റ് ലെഗ് ഞാൻ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ദിസ് ഇസ് ഫൈറ്റിംഗ് സ്റ്റാൻസ്. ഓക്കെ, സോ ഇതാണെങ്കിൽ എനിക്ക് രണ്ട് കാലം കൊണ്ട് കിക്ക് ചെയ്യാം, ആൻഡ് ബാക്കിലെ കാലിൽ കുറെ കൂടെ പവറിൽ കിക്ക് ചെയ്യാം. പഞ്ച് ചെയ്യാനായിട്ട് കുറെ കൂടെ ബോഡി വെയിറ്റ്, ഈ ഹിപ്പ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ ബോഡി വെയിറ്റ് വരും. കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് പൊസിഷൻ ആണ്. അതെ. ഓക്കെ, അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോ അതല്ലേ നല്ലത്? നമ്മൾ ബേസിക്സിൽ ചെയ്യാം. ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ബേസിക് ലെവലിൽ ചെയ്യുമ്പോൾ we start from semi passive stance most of the attacks. കാരണം സഡൻലി നമ്മൾ ഇതായിരിക്കും വരുന്നത്. ഓക്കെ, ലൈക്ക് ഇപ്പൊ ഒരു സ്പേസ് ഇല്ല, കൺഫൈൻഡ് സ്പേസ് ആണ്, അവിടെ നമ്മൾ ഈ ഒരു പ്രോപ്പർ ഇതിൽ വരാൻ ടൈം കിട്ടത്തില്ല. അല്ലെങ്കിൽ ഞാനിപ്പോ ഇരിക്കുവാണ്, ഓക്കെ, ഇരുന്നിട്ട് സഡൻലി എനിക്ക് അറ്റാക്ക് ചെയ്യേണ്ടി വന്നാൽ എണീക്കുമ്പോ കാലിന്റെ സ്ട്രൈറ്റ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞേ നമ്മൾ അവിടുന്ന് ഒരു കാല് ഫ്രണ്ടോട്ട് വെക്കുന്ന വരുന്നുണ്ട്. ഓക്കെ, സോ ഇതിലും ചെയ്യും നമ്മൾ. ഓക്കെ, സോ ഈ പറഞ്ഞ പോലെ ദിസ് ഇസ് കോൾഡ് ഫൈറ്റിംഗ് സ്റ്റാൻഡ്. അപ്പൊ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താ? ഓക്കെ, നമ്മൾ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ എനിക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷെ മൊബിലിറ്റി കുറവാണ്. കാരണം കാല് ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു കിക്ക് ചെയ്യണമെങ്കിൽ പവർ വരണമെങ്കിൽ എപ്പോഴും ബാക്കിൽ നിന്ന് അത്രയും ലോഡ് കിട്ടും, അത് കിട്ടത്തില്ല രണ്ടു കാലും പാരലാണ്. ഓക്കെ, ബട്ട് ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ വെച്ചിട്ട് നിൽക്കുവാണെങ്കിൽ എനിക്ക് കുറെ കൂടെ പവറിൽ കിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കോൺഫിഡൻസ് കൂടുതലാണ്. ബാക്കിൽ കാല് വെക്കുമ്പോ കോൺഫിഡൻസ് കൂടുതലാണ് ഇടിക്കാനേ. യെസ്, കാരണം എന്താ, നമ്മുടെ മാസ്റ്റർ എല്ലാവരും മിക്കവരും റൈറ്റ് ഹാൻഡർ ആണല്ലോ. നമ്മുടെ മാസ്റ്റർ ഹാൻഡ് മാസ്റ്റർ ലെഗ് രണ്ടും എനിക്ക് കൂടുതൽ പവർ കൊടുക്കാം ഇവിടുന്ന്, ആൻഡ് സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഇങ്ങനെ നിൽക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ബേസ് കൂടുതലാണ്, കാല് കുറച്ച് വൈഡ് ആകും. ഓക്കെ, ബട്ട് ഒത്തിരി വൈഡ് അല്ല, സ്ലൈറ്റ്ലി ജസ്റ്റ് ഒരു 1.5 feet, ആൻഡ് എനിക്ക് മൂവ് ചെയ്യാൻ ഈസി. ഓക്കെ, വേറെ ഞാൻ ഇവിടുന്ന് ഫൈറ്റില് ഇങ്ങനെ ഞാൻ നടന്നു പോകേണ്ടി വരും. ഓക്കെ, ബട്ട് ഇതാണെങ്കിൽ ഐ ക്യാൻ മൂവ് വിത്ത് മൈ ലെഫ്റ്റ് ലെഗ്. ഇതായിരിക്കും ബോക്സിങ് എല്ലാത്തിനും ഒരു മൂവ് ചെയ്യുന്ന എപ്പോഴും ഒരു കാല് ഇതായിരിക്കും. ഓക്കെ, ബാക്കിലോട്ട് വരുമ്പോഴും ഇത് തന്നെ. കാരണം ഓൾവേസ് റൈറ്റ് ലെഗ് ബാക്ക്, ഓക്കെ, ലെഫ്റ്റ് ലെഗ് ഫോർവേഡ്. ഇത് ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും മാറി മാറി ട്രിപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. വേറെ ഇതാണെങ്കിൽ ഞാൻ സ്റ്റെബിലൈസ്ഡ് ആണ്. ഓക്കെ, അത് കുറച്ചുകൂടെ അഡ്വാൻസ് നമ്മൾ മൂവിങ് ഇൻ ഫൈറ്റിംഗ് സ്റ്റാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, അല്ല ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോ അങ്ങനെ കാല് വെക്കാൻ പാടില്ല? ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോ അങ്ങനെ കാല് വെക്കാൻ പാടില്ല? ചെയ്യാം, കുഴപ്പമില്ല, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഇപ്പം സഡൻലി നമ്മൾ വരുന്ന എപ്പോഴും ഇവിടുന്നായിരിക്കും. ഇത് കുറച്ചുകൂടെ ലക്ഷറിയാണ്. എനിക്ക് ടൈം കിട്ടിയാലേ ഈ പൊസിഷനിൽ വരാൻ പറ്റും. സ്ട്രീറ്റിൽ ഞാൻ പറഞ്ഞത് സഡൻ ഒരു അറ്റാക്ക് വരുമ്പോൾ അവിടെ ഒരിക്കലും നമുക്കൊരു പ്രിപ്പറേറ്ററി സ്റ്റാൻസിൽ വന്നിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ലക്ഷറി. സഡൻലി ഇപ്പം ലാസ്റ്റ് മന്ത് ഒരു ഇൻസിഡന്റ് നടന്നായിരുന്നു. ഒരു ലേഡി ലാസ്റ്റ് ഓൾമോസ്റ്റ് 40-45 days ആയി. ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരാൾ കൊണ്ടുവന്ന് സ്ക്രൂ ഡ്രൈവർ കഴുത്തിൽ വെച്ചിട്ട് അവരുടെ ഓർണമെന്റ്സ് എല്ലാം എടുത്തു. എന്നിട്ട് അവരെ ടോയ്ലറ്റിൽ വലിച്ച് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു. എല്ലാവരും കണ്ടു കാണും, ന്യൂസിലൊക്കെ വന്നതായിരുന്നു. അപ്പൊ അവര് ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടിയിട്ട്
അവിടെ സൈഡിൽ തൂങ്ങിക്കിടക്കുമായിരുന്നു, ഇയാൾ ചവിട്ടി താഴെ ഇട്ടു. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് ക്രാവ് മഗ ഒരിക്കലും റിയാക്റ്റീവ് അല്ല. അതായത് ഒരു പ്രോബ്ലം വന്നിട്ട് അതിനെ സോൾവ് ചെയ്യുന്നതിൽ ക്യാൻ ബി പ്രൊയാക്റ്റീവ്. ഓക്കെ, സോ ഹൗ ടു ഡിറ്റക്ട് സം ഡേഞ്ചർ സൈൻസ്. അതായത് ഇൻസിഡന്റ്, ഇനി ഫുൾ ആയിട്ട് പറയാം. ഇൻസിഡന്റ് വന്നിട്ട് അവരൊറ്റയ്ക്കായിരുന്നു, ആ ബോഗിയിൽ അവരൊറ്റയ്ക്കായിരുന്നു. ഓക്കെ, സോ ഒരാൾ കയറി എല്ലാ ഡോറും അടച്ചു. ഓക്കെ, പുള്ളിക്കാരി കണ്ടു ഡോർ അടയ്ക്കുന്ന കണ്ടു, പക്ഷെ റിയാക്ട് ചെയ്തില്ല. കാരണം സംടൈംസ് ടു പൊളൈറ്റ് ടു റിയാക്ട്. എണീറ്റ് പോയി കഴിഞ്ഞാലും പുള്ളിക്കാരൻ എന്ത് വിചാരിക്കും, ചിലപ്പോൾ സ്റ്റാഫ് ആയിരിക്കും. ഓക്കെ, നമ്മൾ പലപ്പോഴും അങ്ങനെ ഒരു ഇതിലാണ്. ഓക്കെ, അപ്പൊ അവര് അറിയാണ്ട് ഫോണിൽ സിസ്റ്റമായിട്ട് അങ്ങോട്ട് അവർ പറയുകയും ചെയ്തു, ഒരാൾ എനിക്ക് എന്തോ ഡൗട്ട് തോന്നുന്നു, ഒരാൾ വന്ന് ഡോറെല്ലാം അടയ്ക്കുന്നുണ്ടെന്ന്. ഓക്കെ, ലാസ്റ്റ് ഇയർ ഹൈദരാബാദിൽ ഒരു ഇൻസിഡന്റ് നടന്നായിരുന്നു. ഒരു വെറ്ററിനറി ഡോക്ടറിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് റേപ്പ് ചെയ്തിട്ട് പെട്രോൾ വിഷം കണ്ട് കത്തിച്ചത്. അതിലും സെയിം പുള്ളിക്കാരി സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ എനിക്ക് ഇവരെ എന്തോ സസ്പീഷ്യസ് ഇത് ബിഹേവിയർ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളത് അഗെയിൻ ഔട്ട് ഓഫ് പൊളൈറ്റ്നെസ്, അയ്യോ ബിഹേവ് ചെയ്യുന്ന എന്താണ്. അപ്പൊ സംടൈംസ് ഓവർ റിയാക്ഷൻ ഇസ് ബെറ്റർ ദാൻ നോ റിയാക്ഷൻ. ഓക്കെ, സോ അവിടെ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് ഇമീഡിയറ്റ്ലി വാഷ്റൂമിൽ കയറിയിട്ട് ഡോർ ലോക്ക് ചെയ്യായിരുന്നു. ഓക്കെ, എന്നിട്ട് പോലീസിനെ ഇൻഫോം ചെയ്യായിരുന്നു. പക്ഷെ അത് നമ്മളത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ, ചില ഡേഞ്ചർ സൈൻസ് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ടു ലേറ്റ് ടു റിയാക്ട്. ഓക്കെ, സോ അതേസമയം അറ്റ്ലീസ്റ്റ് ഓടിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇഫ് യു ആർ എ ട്രെയിൻ, ഓക്കെ, അറ്റ്ലീസ്റ്റ് എനിക്ക് നിന്നിട്ട് ഓക്കെ ബാഗ്, ഇപ്പൊ പുള്ളിക്കാരുടെ ബാഗ് ഉണ്ടായിരുന്നു, ഐ ക്യാൻ യൂസ് ദ ബാഗ് ആസ് എ ഡിഫൻസ്. ഓക്കെ, സോ ബാഗ്, ഒരു സെക്കൻഡ്. ഓക്കെ, സോ എന്റെ ഇപ്പൊ ബാഗ് ഉണ്ടെങ്കിൽ ഇതെനിക്ക് യൂസ് ചെയ്യാം ആസ് എ ഡിഫൻസ്. സോ സ്ക്രൂ ഡ്രൈവറാ, എന്തായാലും ബാഗിനകത്തൂടെ തുറന്ന് കയറത്തില്ല. ഓക്കെ, സോ കുത്തുവാണെങ്കിൽ സ്ട്രെയിറ്റ് അല്ലേ വരുന്നുള്ളൂ. വൺ കിക്ക് നമ്മളിപ്പോ ചെയ്തില്ലേ, റെഗുലർ കിക്ക്. ഇത് ഇസ് കോൾഡ് റെഗുലർ കിക്ക്, ലൈക് ഗ്രോയിൻ കിക്ക് ഇല്ലേ. ഓക്കെ, ഇത് ചെയ്യാം. ത്രോ ദ ബാഗ്, റൺ. ഓക്കെ, അഗെയിൻ നമ്മുടെ വാല്യൂബിൾസിനെക്കാളും കൂടുതൽ വാല്യൂ ലൈഫിനാണ്. ഓക്കെ, സോ അങ്ങനെ ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള ഈസിലി അവൈലബിൾ ഒബ്ജക്ട്സ് വെച്ചിട്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഷീൽഡിംഗ് ഒബ്ജക്ട്സ് എന്ന് പറയും. ഓക്കെ, ബാഗ് അല്ലെങ്കിൽ യു ക്യാൻ യൂസ് യുവർ കീ ചെയിൻ. ഓക്കെ, കീ ചെയിൻ നമ്മുടെ കയ്യിൽ സ്റ്റെതസ്കോപ്പ് മാത്രമേ ഉള്ളൂ ബോസ്, കഴുത്തിൽ ചുരുട്ടിട്ട് ഒന്ന് വലിക്കും. സ്റ്റെത്ത് പിന്നെ ഒരെണ്ണം മേടിക്കാം. ത്രോ ദ സ്റ്റെത്ത് ആൻഡ് റൺ. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല്. ഓക്കെ, സോ അതാണ് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അവോയ്ഡ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, പക്ഷെ ആ സിറ്റുവേഷൻ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുന്നുണ്ടോ, എന്തെങ്കിലും ഒരു റെഡ് ഫ്ലാഗ് വരുവാണെങ്കിൽ, എസ്പെഷ്യലി ലേഡീസ്, ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ തോന്നുവാണെങ്കിൽ ഇമീഡിയറ്റ്ലി ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു ലിഫ്റ്റിൽ കയറാൻ പോകും, ഒരാൾ നിൽക്കുന്ന നമുക്ക് എന്തോ, ലേഡീസ് നമുക്ക് കാണുമ്പോൾ അറിയാലോ ഒരു സിക്സ് സെൻസ് പലപ്പോഴും അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു തോന്നുവാണെങ്കിൽ ജസ്റ്റ് അവോയ്ഡ്, വെയിറ്റ് ചെയ്യുക, അയാളെ പോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ബി പ്രിപ്പയർഡ്. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് നോക്കിയാൽ മതി, ഇങ്ങനെയുള്ള വീഡിയോസ് ഉണ്ട്. ഇതുപോലെ ലിഫ്റ്റിൽ കയറിയിട്ട്, കാരണം അതിനകത്ത് ക്യാമറയ്ക്കകത്ത് കിട്ടിയത്, ലിഫ്റ്റിൽ വെച്ച് ഇടിച്ച് താഴെയിട്ട് ബാഗും കൊണ്ട് പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ളത്. ഞാൻ ഡൽഹി ഉള്ളപ്പോൾ ഒരു കേസ് ജസ്റ്റ് 20 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരാളെ കഴുത്തറുത്ത് വന്നിട്ട് പോയത്. ഓക്കെ, ഡൽഹിയിലുള്ളപ്പോൾ ഗുഡ്ഗാവ് നടന്നൊരു സംഭവം. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് നമുക്കൊരിക്കലും എന്റെ കയ്യിൽ വലിയ വാല്യൂബിൾ ആയിട്ടൊന്നും ഇല്ല മൊബൈല്, പക്ഷെ ഈ പറഞ്ഞ 20 റുപ്പീസിന് വേണ്ടി വരെ ആൾക്കാർ കൊല്ലാൻ റെഡിയാണ്. ഓക്കെ, സോ ഫൈറ്റിംഗ് ഇസ് ദ ലാസ്റ്റ് ഓപ്ഷൻ. ബി പ്രിപ്പയർഡ്. അറ്റ്ലീസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ സാധനങ്ങൾ വെച്ചിട്ട്, റിസോഴ്സ് വെച്ചിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യാം. അത് വീടിനകത്താണ് നമുക്ക് ഇഷ്ടംപോലെ ഇതുണ്ട് അല്ലെ, ചെയർ ഉണ്ട്. ഓക്കെ, സെയിം സിറ്റുവേഷൻ ഇപ്പൊ വരെ എനിക്ക് ഐ ക്യാൻ യൂസ് എ ചെയർ. ഓക്കെ, ചെയർ എടുത്ത് എനിക്ക് ആസ് എ ഒരു ഷീൽഡ്, എന്റെ അറ്റാക്കിന്റെ ഇടയ്ക്ക് ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് അല്ലാതെ ഇത് വെച്ചിട്ട് എടുത്ത് അടിക്കാനല്ല, ബട്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഷീൽഡ്, എന്റെ ക്ലോസ് വരാതിരിക്കാൻ. കാരണം ഇത് എന്തായാലും വരുവാണെങ്കിൽ ചെയറിൽ പിടിക്കും. യു ക്യാൻ കിക്ക്, പുഷ് വിത്ത് ദ ചെയർ അല്ലേ. സോ ഓൾവേസ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ക്രിയേറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ നമ്മളിപ്പോ പാം സ്ട്രൈക്ക് പഠിച്ചു, ഹാമർ പഠിച്ചു ചെയ്യാൻ, ദെൻ നീ സ്ട്രൈക്ക് ആൻഡ് ഒരു കിക്ക് അല്ലെ, ദാറ്റ് ഇസ് കോൾഡ് റെഗുലർ കിക്ക് എന്ന്. റെഗുലർ ഇറ്റ്സ് നോർമൽ, കാരണം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതല്ലേ, എല്ലാവരും കാര്യം നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യാറുണ്ട് പല എക്സസൈസിലും, അല്ലെങ്കിൽ ഫുട്ബോൾ കിക്ക് ചെയ്യുന്ന പോലെ. ഓക്കെ, സോ ഇറ്റ്സ് മോർ ലൈക്ക് എ ഫുട്ബോൾ കിക്ക്. കാര്യം ഇങ്ങോട്ട് വന്നിട്ടാണ് അല്ലെ, മുട്ട് ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇത്രയും ക്ലിയർ ആയല്ലോ നമ്മൾ ചെയ്ത ടെക്നിക്സ്, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്കൊരു ബ്ലോക്ക് കൂടെ ചെയ്യാം. ഓൾമോസ്റ്റ് ഒരൊറ്റ ഡൗട്ട് കൂടി, നമ്മുടെ ഈ പോസ്റ്റർ ഒറ്റ ഡൗട്ട് കൂടി, ഇങ്ങനെ കുരിഞ്ഞിട്ടാണോ പഞ്ച് ചെയ്യുമ്പോഴേ, കാലിനോണ്ട് പഞ്ച് ചെയ്യുമ്പോ നമ്മള് സ്പൈൻ ബാക്കിലേക്കാണോ എങ്ങനെയാ? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. എന്ന് വെച്ചാലേ നമ്മള് കാലോണ്ട് പഞ്ച് ചെയ്യില്ലേ, കിക്ക് ചെയ്യാം, സോറി കിക്ക് ചെയ്യില്ലേ,
കിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി പോസ്റ്റർ ഇങ്ങനെ ബാക്ക് ഇങ്ങനെയാണോ ഇങ്ങനെ? ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ പിന്നെ ഒത്തിരി ഡീറ്റെയിൽ പറയുന്നതാണ്, കാരണം ടൂ മച്ച് ഇൻഫർമേഷൻ ആവുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. അത് ബാലൻസ് പോകണോ? അതുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാലൻസ് പോകത്തില്ല. പക്ഷെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം, സ്ട്രീറ്റിൽ നമുക്കറിയത്തില്ല നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ കയ്യിൽ നൈഫ് ആണോ, അയാൾ പഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ ഐഡിയലി ലീൻ ബാക്ക്. ഓക്കെ, സ്ലൈറ്റ്ലി. സർ കാണുന്നുണ്ടോ? ഓക്കെ, സ്ലൈറ്റ്ലി ലീനിങ് ബാക്ക്. ഇത് ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഓക്വേർഡ് ആയിട്ട് ഇത് ബാക്കിലോട്ട് വീണു പോലെ എന്നൊക്കെ തോന്നും. ഓക്കെ, ദിസ് ഇസ് ദ കിക്ക് ആക്ച്വലി. ഓക്കെ, ഞാൻ കുറച്ച് ബാക്കിലോട്ട് ലീൻ ചെയ്യും. എന്റെ ഫേസ് 90 ഡിഗ്രി സ്ട്രെയിറ്റ് അല്ല, സ്ലൈറ്റ്ലി ലീൻ ബാക്ക്. കിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇതായിരിക്കും. ഓക്കെ, ഡു ദിസ്. കാണുന്നുണ്ടല്ലോ? ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് പോസ്റ്റർ. ക്ലിയർ? ഇതായിരിക്കും പോസ്റ്റർ. സ്ലൈറ്റ്ലി, കാരണം നൈഫ് എടുത്ത് എന്റെ ത്രോട്ടിന് നേരെ വന്നു കഴിഞ്ഞാൽ എന്റെ ബോഡി ആ ലൈൻ ഓഫ് അറ്റാക്കിൽ നിന്ന് മാറും. കാരണം അഗെയിൻ കിക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഇത്രയും ലെങ്ത്തും ഉണ്ട്. ആ കൈ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടം വരെ എത്താതിരിക്കും. കാരണം സ്ട്രീറ്റില് നമുക്കറിയത്തില്ല ആളുടെ കയ്യിൽ വെപ്പൺ ഉണ്ടോ അതോ വെറുതെ എടുത്ത് ഇടിക്കുകയാണെന്ന്. ഓൾവേസ് പ്രിപ്പയർ. ഓക്കെ, സോ നമ്മൾ ആസ് എ ട്രെയിനിങ്, ഇതൊരു വർക്ക്ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ബാലൻസ്, കാരണം ഇത് ഡ്രിൽസ് ഉണ്ട്, ബാലൻസിങ് ഡ്രിൽസ്. അതൊക്കെ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആ ബാലൻസ് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു ലെവലാകും. ഓക്കെ, ഇപ്പൊ പറഞ്ഞ നിങ്ങൾ ഭയങ്കര ഓക്വേർഡ് ആയിട്ട് ഇത് ബാക്കിലോട്ട് ഞാൻ, അപ്പൊ കിക്കിന് പവർ വരത്തില്ല, സ്പീഡ് വരത്തില്ല. അത് കുറച്ച് സ്പീഡ് വന്നു കഴിഞ്ഞിട്ട് യു ക്യാൻ ഡു ലേൺ ബാക്ക്. ഓക്കെ, മെട്രിക്സ് മൂവി കണ്ടാണോ? മെട്രിക്സ് മൂവി കണ്ടിട്ടുണ്ടോ? മ്യൂട്ടാണ് സർ, മ്യൂട്ടാണ്. മിക്കവാറും നേരം കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഓക്കെ, അതിലെ പോലെ അത്രയും ബെൻഡ് ചെയ്യണ്ട, സ്ലൈറ്റ്ലി ഒന്ന് ബെൻഡ് ചെയ്യുന്നതാണ്. അത്രയ്ക്ക് ബെൻഡ് ചെയ്യാനുള്ളതൊന്നും നമ്മുടെ ഇല്ല. സ്ലൈറ്റ് അല്ല, ക്രോമഗയിൽ വന്നിട്ട് നമ്മള് പ്രാക്ടിക്കൽ ഉള്ള ഇത് മീൻസ് ആപ്ലിക്കബിലിറ്റി ഉള്ളതാ. ഒരിക്കലും കുറച്ച് ഷോയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫാൻസി മൂവ്സ് അല്ല. ഓക്കെ, പ്രാക്ടിക്കലി എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് ട്രെയിനിങ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി ആ ഒരു ബോഡി ബാക്കിലോട്ട് പോകും. ട്രെയിനിങ്ങില് നമ്മള് എത്ര സെറ്റ് ചെയ്യണം? ഏത് ഇത് എത്ര നമ്പർ ചെയ്യണം? നമ്പർ എത്ര എണ്ണം ചെയ്യണം ട്രെയിനിങ്ങില്? ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എത്ര നമ്പർ ചെയ്യണം? 5 ആണോ 6 റെപ്സ് ആണോ? റെപ്സ് എത്ര ചെയ്യാം? കേട്ടില്ല? You can do 100 times. അത് ഇൻഡിവിജ്വൽ ഇതാണ്. ഓക്കെ, ഏകദേശം മിനിമം ഒരു 10,000 ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആവുന്നതെന്നാണ്. ഡെയിലി ചെയ്ത്. ഓക്കെ, അത്രയും വേണ്ട, ബട്ട് കുറെ കൂടി ഈസിയാണ്, കാരണം ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഇത് കവർ ചെയ്ത് നെക്സ്റ്റ് വന്നിട്ട് ഓക്കെ നമുക്കൊരു ബ്ലോക്ക് കൂടെ. ഓക്കെ, ബ്ലോക്ക് മീൻസ് അങ്ങോട്ട് ഹിറ്റ് ചെയ്യാൻ പഠിച്ചതിന് തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്ന കൂടെ ബ്ലോക്ക് ചെയ്യാൻ അറിയണ്ടേ അല്ലെ? അങ്ങോട്ട് ഇടിക്കാൻ അറിയാൻ, തിരിച്ചു വരുന്നത്. ഓക്കെ, സോ അത് സ്ട്രീറ്റിൽ വരുന്ന ഒരു കോമൺ ഒരു സ്ട്രൈക്ക് എന്തായിരിക്കും? ഒരാൾ കറക്റ്റ് കാണിച്ചു, സുജയ് സാർ. ഓക്കെ, പറയണ്ട, ഞാൻ കണ്ടു. സുജയ് സാർ ഞാൻ കണ്ടു. വേറെ ആരെങ്കിലും? ഓക്കെ, മാത്യു സർ കറക്റ്റ്. യെസ്. ജോൺ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും കറക്റ്റാ. ഓക്കെ, ഇതാണ് കോമൺ അറ്റാക്ക്. ഓക്കെ, കൈ വലിച്ച് സ്ലാപ്പ് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് എ കോമൺ അറ്റാക്ക്. ഏറ്റവും കോമൺ സ്ട്രീറ്റിൽ ഇതാണ്, ഒന്ന് സ്ലാപ്പ് ചെയ്യുക. ഇനിയുണ്ട് ക്രൗമഗയിൽ വന്നിട്ട് ഈ കോമൺ അറ്റാക്സ് നമ്മൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും എന്നുള്ളത് തന്നെ കുറെ ഉണ്ട്. ലൈക്ക് ചിലപ്പോൾ കോളറിൽ കയറി പിടിക്കാം. ഓക്കെ, ചിലപ്പോൾ ചോക്ക് ചെയ്യാം, പുഷ് ചെയ്യാം. അത് സെപ്പറേറ്റ്. നമ്മൾ ഈസി ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ലാപ്പ്. ഓക്കെ, സോ ഈ സ്ലാപ്പ് വരുന്ന ഈ ഒരു മൂവ്മെന്റ് അല്ലെ, ഒരു സെമി സർക്കുലർ മൂവ്മെന്റ് ആണ്. ഓക്കെ, ഇനി ഇത് കൈ ഓപ്പൺ അല്ലെങ്കിൽ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സർക്കുലർ പഞ്ച്. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, ഇറ്റ്സ് എ സർക്കുലർ പഞ്ച്. ഇനി കയ്യിൽ ആളുടെ നൈഫാണ്, ഇത് വെച്ചിട്ട് വേണം ഇങ്ങനെ ആള് സ്റ്റാബ് ചെയ്തെന്നിരിക്കുക. ഓക്കെ, സോ ബേസിക്കലി മൂവ്മെന്റ് എല്ലാം സെയിം ആണ്. വെദർ യു ഹാവ് എ വെപ്പൺ ഓർ ഇറ്റ്സ് എ ഓപ്പൺ ഹാൻഡ് ഓർ ക്ലോസ് ഫിസ്റ്റ്, എല്ലാം സെയിം മൂവ്മെന്റ് ആണ് അല്ലേ? സോ അതെങ്ങനെ ഡിഫെൻഡ് ചെയ്യണം? ഒരു സെക്കൻഡ്, ഇച്ചിരി ഒന്ന് വെള്ളം കുടിച്ചോട്ടെ. ഓക്കെ, ഓക്കെ, ദിസ് മൈ ഡോട്ടർ എസ്റ്റർ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോ 1-2 കാര്യങ്ങൾ കാണിച്ചു തരാം, നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങളെ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നീ സ്ട്രൈക്ക്.
ദിസ് ഇസ് ഹൗ യു ഹോൾഡ്. ഓക്കെ, ഇതായിരിക്കും ഹോൾഡ്. കാരണം ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആളെന്ത് ബാക്കിലോട്ട് മാറും. ഓക്കെ, അഗൈൻ അടുത്ത ഇങ്ങനെ പിടിച്ച് നീ സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. ഐ ക്യാച്ച് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഐ ക്യാൻ ഡു എ പഞ്ച് പാം സ്ട്രൈക്ക് ചെയ്തിട്ടായിരിക്കും. നീ സ്ട്രൈക്ക് ചെയ്യുന്നത് ഇതല്ല, ടു ക്യാച്ച് ഓൾവേസ്. ഓക്കെ, സോ അത് ടെക്നിക്കലി ഇതാണ്. രണ്ട് കൈ ഒരു സൈഡിൽ വരും ആൻഡ് ഡ്രസ് ഗ്രാബ് ചെയ്തു ദെൻ ഹിറ്റ്. ഓക്കെ ഓക്കെ, സോ ഇവിടുന്നാണെങ്കിൽ ഹോൾഡ് ഇതായിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ആളുടെ റൈറ്റ് ഷോൾഡർ ഡ്രസ്സിൽ പിടിച്ചു ഇങ്ങനെ ഹോൾഡ് ചെയ്യുക ആൻഡ് സ്ട്രൈക്ക്. ഓക്കെ, കാരണം ഇല്ലെങ്കിൽ മൂവ് ചെയ്തു പോകും. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരും അതൊക്കെ എങ്ങനെ വരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് സ്ലാം. സോ ഈ ഒരു പൊസിഷനിലാണ്. ഓക്കെ, ഇതെന്നെ 50 kg ആണ്, എന്റെ ഓൾമോസ്റ്റ് 85 ആണ്. ഓക്കെ, സോ സ്ലാബ് ഇതായിരിക്കത്തില്ല സ്ലാബ്, കൗണ്ടർ അറ്റാക്ക്. ഓക്കെ ഓക്കെ, ഇത്ര ഫോഴ്സ്ഫുള്ളി ആയിരിക്കും സ്ലാബ്, അല്ലാതെ ആരും നിന്നിട്ട് ഇങ്ങനെ സ്ലാപ്പ് ചെയ്യത്തില്ല അല്ലേ. സോ ഇറ്റ്സ് എ ഫോഴ്സ്ഫുൾ അറ്റാക്ക് ബട്ട് സ്റ്റിൽ ഷീ ക്യാൻ ഡിഫെൻഡ്. ഓക്കെ, അതെങ്ങനെ ചെയ്യണം ഇത് ചെയ്യാം. ഓക്കെ, ഇപ്പൊ പഞ്ച് ചെയ്തത് പാം സ്ട്രൈക്ക് ഷോൾഡറിലാണ്. ആക്ച്വലി സപ്പോസ് ടു ബി ഓൺ ദ നോസ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നോസിൽ ഹിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നോസിൽ ഹിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ 360 നേരത്തെ കണ്ടായിരുന്നല്ലോ. സോറി 360 അല്ല, സെമി പാസീവ് സ്റ്റാൻസ്. എങ്ങനെയായിരുന്നു? കൈ വിടാം അല്ലേ, കൈ ഇങ്ങനെയായിരുന്നു. ഓക്കെ, സെയിം അതേ പൊസിഷനിൽ തന്നെ. സോ ഇതേ പൊസിഷനിൽ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഇതുപോലെ ഞാൻ സ്ലാപ്പ് ചെയ്താലും നമ്മൾ ഓൾറെഡി ഈ പൊസിഷനിലാണ്. കൈ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി അല്ലെ, ഇവിടുന്ന് ജസ്റ്റ് സൈഡിലോട്ടൊന്ന് ലിഫ്റ്റ് ചെയ്താൽ മതി. ഇനി ഇത് തന്നെ ഡൗൺ ടു അപ്പ്. ഇതാണെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഡൗൺ ടു അപ്പ്. ഇവിടെ ഇത് തന്നെ. ഓക്കെ, സോ ഇത് ഇങ്ങനെ ആയിരിക്കത്തില്ല, ഇത് ചിലപ്പോൾ നൈഫ് ആയിരിക്കും. ഓക്കെ, സോ മേ ബി ഐ എം ഹാവിംഗ് എ നൈഫ് ആൻഡ് ബൂം. ഓക്കെ, സ്ലോ ഇത് തന്നെ. ഇത്രയും ഡിസ്റ്റൻസ് വരും ആൻഡ് പഞ്ച് ഇവിടെ കൊള്ളുകയും ചെയ്യും. സോ ബോഡി ഇത്രയും ബാക്കിലാണ്. ഇപ്പൊ നൈഫ് ആണെങ്കിലും ഇത്രയും ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഓക്കെ താങ്ക് യു. സോ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. അതിന്റെ ഇമ്പോർട്ടൻസ് ഇസ് കോൾഡ് 360 ഡിഗ്രി ഡിഫൻസ് എന്ന് പറയും. ക്രാമയിൽ അതായത് ഞാൻ കാണിച്ചല്ലോ, ഇപ്പൊ ഈ ടോപ്പ് ആണെങ്കിലും സൈഡ് ആണെങ്കിലും ഡൗൺവേർഡ്സ് എല്ലാത്തിലും ഒരേ മൂവ്മെന്റ്. നമ്മുടെ കൈ ഓൾറെഡി ഇവിടെ ഉണ്ടെങ്കിൽ യു ക്യാൻ ബ്ലോക്ക് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, സെയിം സൈഡ്. അതായത് അറ്റാക്കർ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഹിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ബ്ലോക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് രണ്ട് സൈഡ് മാത്രം നമ്മുടെ കോമൺ ഉള്ളത് നോക്കാം. കാരണം ഇത് ഫുൾ ഒരു 360 ഉണ്ട്, അത് കുറച്ച് സമയം എടുക്കും, അത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ചെയ്യണമെങ്കിൽ. സോ നമ്മൾ കോമൺ വരുന്നത് മാത്രം നോക്കാം. ഓക്കെ, സെമി പാസീവ് സ്റ്റാൻസ്, ഓൾ ഓഫ് യു സെമി പാസീവ് സ്റ്റാൻസ്. രണ്ടുപേരോടെ പ്രാക്ടീസ് തുടങ്ങി. കറക്റ്റ് ആണ് സർ, കറക്റ്റ് അത് തന്നെ. ഓക്കെ, സെയിം തിങ്. ഇനി എങ്ങനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യണമെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടുന്ന് 1 and back. ഓക്കെ, കൈ നേരെ സൈഡിലോട്ട്. ഇമാജിൻ നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരാൾ നിങ്ങളെ സ്ലാപ്പ് ചെയ്യുക. ഓക്കെ, സൈഡിലോട്ട് വെക്കുക, കൈ ആൻഡ് ബാക്ക്. സ്പീഡ് വേണ്ട, സ്ലോയിൽ, സോ ദാറ്റ് എനിക്ക് കറക്ഷൻ. ഓക്കെ റേച്ചൽ മാം സൈഡിലോട്ട്, സ്ട്രെയിറ്റ് അല്ല. യെസ്, വെരി ഗുഡ്, കറക്റ്റ്. ഓക്കെ, ആൻഡ് നമ്മുടെ ഈ ഭാഗം കണ്ട ഫോറാമിന്റെ ഔട്ടർ പോർഷൻ ഓഫ് ഫോറാം, ഈ അല്ല മീൻ ടെക്നിക്കൽ പേര്. ഓക്കെ, സോ ഈ ഒരു ഭാഗമാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ആൻഡ് അഗൈൻ ലിറ്റിൽ ഫിംഗർ ഔട്ട് സൈഡ്. സോ ഇത് ഹാർഡാണ്. ഓക്കെ, ഈ എല്ല് കൊണ്ടാണ് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത്. അതും ഞാനിങ്ങനെ കൈ വെക്കുമല്ല, ഐ ആം ഹിറ്റിംഗ്. ഓക്കെ, കാരണം കൈ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇതും ക്രോസ് ചെയ്ത് വന്നിട്ട് ഫേസിൽ പോകും. ഓക്കെ, സോ ഐ ആം ഹിറ്റ് ആൻഡ് ബാക്ക്, ഹിറ്റ് ആൻഡ് ബാക്ക്. ഓക്കെ, ഇവിടുന്ന് 1 സൈഡിലോട്ട്. റെഡി? ഞാൻ വന്ന് ലൈറ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. ഈസിയാണ്, നത്തിങ് ടെക്നിക്കലി വലിയ കോംപ്ലിക്കേറ്റഡ്. കൈ സ്ട്രെയിറ്റ് ആകത്തില്ല, ബെൻഡ് ചെയ്ത് നിൽക്കത്തില്ല. റെഡി? 1 and back, 2 and back, 3 and back, 4 and back, 5 and back, 6 and back, 7, 8, 9, 10. ഓക്കെ, സോ ഇത് ലെഫ്റ്റ് സൈഡിലും ചെയ്യാം. ഇപ്പൊ നമുക്ക് ഒരു സൈഡ് എന്തായാലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഇന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ലെഫ്റ്റും റൈറ്റും കൺഫ്യൂഷൻ ഉണ്ട്, ഇത് മാത്രം. ഇനി ഇതിലുള്ള പ്രശ്നം എന്താണ്? ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് ചുമ്മാ നിന്നായിട്ട് കാര്യമില്ല അല്ലേ. സോ യു ഹാവ് ടു അറ്റാക്ക് സൈമൾട്ടേനിയസ്ലി. അതായത് ബ്ലോക്ക്, ഓക്കെ, ഇതാണ് ബ്ലോക്ക് അറ്റാക്ക് ടുഗദർ, നോട്ട് ബ്ലോക്ക് ആൻഡ് അറ്റാക്ക്. കാരണം ഞാൻ ബ്ലോക്ക് ചെയ്തു പിന്നെ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. ഓക്കെ, സോ ഇറ്റ്സ് ഓൾവേസ് ടുഗദർ. ഓക്കെ, അതെങ്ങനെ വരും? കാരണം നമ്മുടെ ബോഡി അത്ര അക്വസ്റ്റംഡ് അല്ല ഒരേ സമയം രണ്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പതുക്കെ ഫ്രണ്ടിലോട്ട്. ഓക്കെ, ബാക്കിലോട്ട് റൊട്ടേറ്റ്. സ്ലോയിൽ മതി കേട്ടോ, സ്പീഡ് ഒന്നും വേണ്ട, സ്ലോയിൽ മതി. പതുക്കെ റൊട്ടേറ്റ് ചെയ്ത്. പറ്റുന്നുണ്ടല്ലേ എല്ലാവർക്കും? പറ്റാത്ത ആരുമില്ല. വെരി ഗുഡ്. ഓക്കെ, നൗ
ലെഫ്റ്റ് ഹാൻഡ് ഫ്രണ്ടിലോട്ടും റൈറ്റ് ഹാൻഡ് ബാക്കിലോട്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത്. അല്ല, എല്ലാവരുടെയും രണ്ട് കൈ ബാക്കിലോട്ട് പോകണം, അല്ലെ രണ്ട് കൈ ഫ്രണ്ടിലോട്ട് വരും. ലെഫ്റ്റ് ഹാൻഡ് ബാക്കിലോട്ടും റൈറ്റ് ഹാൻഡ് ഫ്രണ്ടിലോട്ടും, ലൈക്ക് ദിസ്. 1 2 ആൻഡ് ഇതിന്റെ റിവേഴ്സ് ആണെങ്കിൽ ഓക്കെ. നോട്ട് ഈസി, ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. ഒരു 2-3 ടൈംസ് ഞാൻ കറക്റ്റ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇത് അല്ല നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് കോർഡിനേഷൻ. കാരണം ലെഫ്റ്റ് ഫ്രണ്ടിലോട്ട് വേണം, റൈറ്റ് ബാക്കിലോട്ട് പോകണം, മൊത്തം കൺഫ്യൂഷൻ ആവും. കോർഡിനേഷൻ ഇത് അത് ഇറ്റ് നീഡ്സ് പ്രാക്ടീസ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഈ സൈമൾട്ടേനിയസ് വരണമെങ്കിൽ കുറച്ച് പ്രാക്ടീസ് വേണം. ഇല്ല നമ്മൾ ബ്ലോക്ക് ഇതായിപ്പോകും. കാരണം ഒരു കൈ കൊണ്ട് ഒരു പണി ചെയ്തു, then അടുത്ത് ആ ടൈം വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ചെയ്യാം. ഓക്കെ, കാരണം അവിടെ ആ ഗ്യാപ്പ് വരാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഗ്യാപ്പ് ഇൻ ദ സെൻസ് ഓക്കെ, സി നോക്കിക്കേ, ജസ്റ്റ് ബ്ലോക്ക് മാത്രം ചെയ്യേ. കുറച്ചുകൂടെ ഓക്കെ, ബ്ലോക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അഗൈൻ കൗണ്ടർ അറ്റാക്ക് വേണ്ട. ഓ സി ഓക്കെ, ഞാൻ കിക്ക് ചെയ്യും, അല്ലെങ്കിൽ നെക്സ്റ്റ് അടുത്ത അറ്റാക്ക് ഉടനെ വരും. ഓക്കെ, സോ എന്ത് ചെയ്യണം? 1 and simultaneous attack, so that എനിക്ക് നെക്സ്റ്റ് വരുന്നതിന് മുമ്പ് പഞ്ച് കൊള്ളണം, അല്ലേ? അത് ഫോളോ അപ്പ് അറ്റാക്സ് ഉണ്ട്. ഓക്കെ, സോ അവിടെ ഗ്യാപ്പ് കൊടുക്കാം. ഗ്യാപ്പ് ഇൻ ദ സെൻസ് സ്ലോ ചെയ്ത് സ്ട്രൈക്ക് സ്ലോലി. സി 1, ഞാൻ ഇവിടുന്ന് 1 ഇത് കഴിഞ്ഞിട്ട് അല്ല പാം സ്ട്രൈക്ക്, അല്ലെ? അല്ലെ പഞ്ച്, അല്ലെ ഹാമർ ചെയ്യുന്നത്. ഇറ്റ്സ് ടുഗദർ. 1 ഓ അഗൈൻ സ്പീഡ് 1 സി 1 ഇതായിരിക്കും ഞാൻ സ്ലോ 1 രണ്ടും ഒരുമിച്ച് വരും. ഓക്കെ ഓക്കെ, അത് നമ്മളിപ്പോ ബ്ലോക്ക് ചെയ്യാൻ പഠിച്ചു. രണ്ടും ഒരുമിച്ച് വരുന്ന കുറച്ച് പ്രാക്ടീസ് നിങ്ങൾ സ്ലോ ചെയ്താൽ മതി. സ്പീഡിൽ ഒട്ടും കിട്ടത്തില്ല. കാരണം സ്പീഡിൽ ചെയ്താൽ രണ്ട് കൈയും സ്ട്രൈറ്റ് ആവും. നമ്മൾ നേരത്തെ രണ്ട് കൈയും ബാക്കിലോട്ട് ചെയ്യുന്ന പോലെ സ്ലോ ചെയ്താൽ മതി. ഓക്കെ, സ്ലോ മീൻസ് 1 and back. ഓക്കെ, സി റൈറ്റ് ഹാൻഡ് കൊണ്ട് ഞാൻ പാം സ്ട്രൈക്ക് അല്ലെ പഞ്ച് ചെയ്യുവാണ്. പാം സ്ട്രൈക്ക് ചെയ്താൽ മതി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് പോവാ, രണ്ട് കൈ സ്ട്രൈറ്റ് അല്ല. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ബ്ലോക്ക് ചെയ്തു, റൈറ്റ് ഹാൻഡ് അറ്റാക്ക് ചെയ്യുവാണ്. സ്ലോ ഇല്ല. റെഡി? 1 and back. സ്ലോ, തട്ടിക്കളയണ്ട. ഹിറ്റ് ആൻഡ് ബാക്ക്. ഇതായി കഴിഞ്ഞാൽ ഗ്യാപ്പ് വരും. ഓക്കെ, സ്ലോ 2 and back, 3 and back, 4 and back, 5 and back, 6 7 8 9. സ്ലോ ചെയ്താൽ മതി. 10. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ഇത് നമുക്കിനി ലൈവായിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്യുവാന്ന് നോക്കാം. സുജയ് സർ രണ്ടുപേരുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇവരെ തന്നെ നമുക്ക് എക്സ്പെരിമെന്റിന് വിളിക്കാം. ഓക്കെ സർ, സ്ലോയിൽ. ഓക്കെ, രണ്ടുപേരും ഫേസ് ചെയ്ത് നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്ത് നിന്നു. ഓക്കെ, സ്ലോയിൽ ഒരാൾ സ്ലാപ്പ്. വാച്ച് നോക്കിക്കോണേ. വാച്ച് കൊണ്ടുകഴിഞ്ഞാൽ വേദന എടുക്കരുത്. വാച്ച് ജസ്റ്റ് ഒന്ന് നോക്കിക്കോണേ. വാച്ച് കയ്യിലുണ്ടെങ്കിൽ ഊരി വെച്ചു. ഓക്കെ, സ്ലോയിൽ സെമി പാസീവ് സ്റ്റാൻഡ്. വെയിറ്റ്. See, you have to be ready already. Okay, so threatening അല്ല, ജസ്റ്റ് വെയിറ്റ് ആളെ പറഞ്ഞ് സമാധാനിപ്പിക്കപ്പെടേ എന്ന് പറഞ്ഞ അടി വീഴും. ഓക്കെ, ജസ്റ്റ് ബ്ലോക്ക് മാത്രം. റെഡി? ഗോ. വെരി ഗുഡ്, നൈസ്. ഓക്കെ മാം, ഒന്ന് ഹോൾഡ് ചെയ്ത് ആ പൊസിഷനിൽ സ്റ്റോപ്പ് ചെയ്ത് ആ പൊസിഷൻ ഒന്ന് ഹോൾഡ് ചെയ്യണേ. ബ്ലോക്ക് ചെയ്തിട്ട്. ഓക്കെ, ബ്ലോക്ക് ചെയ്തിട്ട്. ഓക്കെ, സി അവേ ഫ്രം ഹെയർ ബോഡി അല്ലേ? സോ മാം ഇവിടുന്നല്ല ചെയ്ത്. കറക്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുക? കയ്യിൽ ചിലപ്പോൾ നൈഫോ ബോട്ടിലോ സ്റ്റിക്കോ കൊണ്ട് തലക്കിരിക്കും. ഓക്കെ, സോ കറക്റ്റ് ആണ്. കറക്റ്റ് ഇത്രയും, അതായത് ഷീ സ്റ്റോപ്പിംഗ് ഇറ്റ് അവേ ഫ്രം ദ ബോഡി. ഓക്കെ, ബോഡിയുടെ അടുത്തല്ല, ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, കുറച്ചുകൂടെ സ്പീഡ് കൂട്ടാം മാം, കംഫർട്ടബിൾ ആണെങ്കിൽ. വെരി ഗുഡ്. ഓക്കെ, ഹിറ്റ് ആൻഡ് ബാക്ക്. അല്ല, ഹിറ്റ് മീൻസ് ബ്ലോക്ക് ചെയ്യുന്ന ഹിറ്റ് ആൻഡ് ബാക്ക്. ഓക്കെ, കൗണ്ടർ അറ്റാക്ക് വേണ്ട. ഇനി കൈ കുറച്ച് വേദന എടുക്കും, കുഴപ്പമില്ല. അത് ഇഞ്ചുറി ഒന്നുമല്ല, അത് കുറച്ച് ക്ലാസ് കഴിയുമ്പോൾ മാറിക്കോളും. 2 minutes പെയിനെ കാണത്തില്ല. ഐ മീൻ ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കല്ല, അറ്റാക്ക് ചെയ്യുന്ന ആൾക്ക്. ഓക്കെ, സാറിനടുത്ത് ഇപ്പൊ ചോദിച്ചാൽ പെയിൻ ഉണ്ടോ? തംസ് അപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ, മാം ഫുൾ യൂസ് ചെയ്തു. ഓക്കെ, സി ബ്ലോക്ക് ചെയ്യുന്ന ആൾക്ക് വേദന വരത്തില്ല, കാരണം ഇവിടെ ഹാർഡാണ്. നമ്മളെ അറ്റാക്ക്, ഞാനിപ്പോ മോളെ അടിച്ച് ഇത്രയും 55, എത്ര ഫോഴ്സിൽ ഞാൻ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കൈ എത്രയും വേദന എടുക്കും. ഓക്കെ മാം, ഇനി യു ഹാവ് ടു ഡു ദ കൗണ്ടർ അറ്റാക്ക്. ഓക്കെ, കൗണ്ടർ അറ്റാക്ക് എങ്ങനെ ചെയ്യണം മാം? ഷോൾഡറിലെ പാം സ്ട്രൈക്ക്, ഷോൾഡറിൽ സാറിന്റെ റൈറ്റ് ഷോൾഡറിൽ. കാരണം യു ആർ സപ്പോസ് ടു ഹിറ്റ് ദ നോസ്, പക്ഷെ ഇപ്പൊ ഹിറ്റ് ചെയ്യണ്ട.
ഓക്കെ, നിങ്ങൾ പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹിറ്റ് ചെയ്തോ, ഇപ്പൊ വേണ്ട. ഓക്കെ, സോ ഷോൾഡറിൽ സ്ലോയിൽ ചെയ്താൽ മതി. ഓക്കെ, പതുക്കെ സ്പീഡ് കൂട്ടാം. ഗോ സ്ലോ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അഗൈൻ. ഓക്കെ, കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി നോക്കിയോ. ഓക്കെ, ഗുഡ്. ഓക്കെ മാം, ഇനി നൗ യു ഹാവ് ടു പുട്ട് അപ്ലൈ ദ ബോഡി വെയിറ്റ്. ഓക്കെ, ബോഡി വെയിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യും? കാരണം ഇത് അത്ര ഇതില്ല, നമുക്ക് വെയിറ്റ് ഇല്ല. ഈ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലോട്ട് വെച്ചിട്ടൊന്ന് ബ്ലോക്ക് ആൻഡ് ഹിറ്റ് ചെയ്ത് ലെഫ്റ്റ് ലെഗ് ഒന്ന് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് സ്ലാപ്പ് ചെയ്യുമ്പോഴേ ലെഫ്റ്റ് നൈസ്. അഗൈൻ അല്ല, ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലോട്ട് വരണം, ആളുടെ ക്ലോസ് ആകണം. വെരി ഗുഡ്. ഓക്കെ, ഇതിപ്പോ കുറച്ചുകൂടെ ബോഡി വെയിറ്റ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ്. ഇപ്പൊ സാറിപ്പോ ഓർക്ക് എന്റെ ഐഡിയ ആയി പോയേ. ഭാര്യനെ വെച്ച് ചെയ്യരുത്, ഭാര്യനെ ചെയ്യരുത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പിന്നെ അത് കേട്ട് നിങ്ങൾക്ക് മൂക്കിലിടിക്കും, അത് പിന്നെ ചെയ്യാം. അല്ല, സാറിപ്പോ ഓർക്ക് സാറായിരുന്നു എന്നെ കോൺടാക്ട് ചെയ്തത് വർക്ക്ഷോപ്പിന് വേണ്ടി. സാറിപ്പോ ഓർക്ക് എന്റെ ഐഡിയ ആയി പോയെന്ന്. ഓക്കെ, സോ ഇത് നമ്മൾ ഇതല്ല. ഓക്കെ, ആക്ച്വലി ചെയ്യുമ്പോൾ യു ഹാവ് ടു പുട്ട് യുവർ ബോഡി വെയിറ്റ്. ഓക്കെ, യു ഗെറ്റ് ക്ലോസ് ടു ദ എനിമി. ഓൾവേസ് കീപ് യുവർ എനിമീസ് ക്ലോസർ എന്ന് പറഞ്ഞ പോലെ ഇവിടുന്ന് ഞാൻ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ട് അത്രയും. സോ യു ആർ ഹിറ്റിംഗ് വിത്ത് യുവർ ബോഡി അല്ലെ. ഇതാണെങ്കിൽ ഉള്ള എഫക്ട് അല്ലെന്നല്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ മാം ചെയ്യിക്കുന്നില്ല. ഓക്കെ, യു ക്യാൻ ഡു കിക്ക് ടു ദ ഗ്രോയിൻ. ഓക്കെ, ഇറ്റ്സ് ഫിനിഷ്. ഓക്കെ, സോ ദിസ് ഇസ് എ ഫുൾ ടെക്നിക്. ദെൻ യു ഹാവ് ടു സ്കാൻ. ഓക്കെ, ബ്ലോക്ക്, പഞ്ച്, കിക്ക് ടു ദ ഗ്രോയിൻ ആൻഡ് സ്കാൻ ആൻഡ് റൺ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞില്ലേ, മേ നോട്ട് ബി എ സ്ലാബ്, ചിലപ്പം കയ്യിൽ നൈഫ് ആയിരിക്കാം. ഓക്കെ, ഇനി ഇത് തന്നെ. ഓക്കെ മാം, ഇപ്പൊ ഇത് ഒരെണ്ണം നമ്മൾ ചെയ്തില്ലേ. ഇപ്പൊ ഞാനിപ്പോ ഇത്രയും പറഞ്ഞ എല്ലാവരും നിങ്ങൾ നേരത്തെ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്തെന്ന് വിചാരിക്കും കേട്ടോ. ബാക്കിയുള്ളവര് ഞാൻ നേരത്തെ 2 ക്ലാസ് എല്ലാവരും പഠിപ്പിച്ചൊന്നുമല്ല, അവര് ഫസ്റ്റ് ടൈം ചെയ്യുക. അവരെ വീട്ടില് സ്ഥിരം ഉണ്ടതുകൊണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും പെയർ ആയിട്ടുള്ള ആർക്കെങ്കിലും ചെയ്ത് നോക്കാം. ഓക്കെ, ട്രയൽ നോക്കണമെങ്കിൽ നോക്കാം. എവിടെ ആർക്കാണെങ്കിലും വർക്ക് ചെയ്യും. ഓക്കെ, 2 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ മാം, സെയിം തന്നെ സർ, അപ് ടു ഡൗൺ. ഓക്കെ, ഇങ്ങനെ ഒന്ന് ലൈക്ക് ഇപ്പൊ ഒരു നൈഫ് വല്ലതും ഉണ്ട്. ഓക്കെ മാം, സെയിം ബ്ലോക്ക് ഇവിടെ മേളിലോട്ട് ആക്കിയാൽ മതി. ഓക്കെ, അഗൈൻ ഗോ. വെരി ഗുഡ്. ഓക്കെ, സി സോ 1 പ്രോബ്ലം, സോറി 100 പ്രോബ്ലം 10 സൊല്യൂഷൻസ്. ഓക്കെ, അല്ലാതെ 10 സൊല്യൂഷൻ സെപ്പറേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ തന്നെ മാം, ഡൗൺ ടു അപ്പ്. Suppose he is having a knife. Okay, stab E1. You can do the same movement. Downwards. Block ചെയ്ത മാം. Okay, downwards ഇങ്ങനെ നേരെ. യെസ്, താഴോട്ട്. ഓക്കെ, ഇതിൽ വരുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു ഹാവ് ടു ടേക്ക് യുവർ ബോഡി ബാക്ക്. ഹിപ്പ് ബാക്കിലോട്ട് പോകണം. നമ്മളൊരു വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇതല്ലേ, നാച്ചുറൽ റിഫ്ലെക്സ്. ഓക്കെ, സെയിം വേ. കാരണം നൈഫ് ഉണ്ടെങ്കിൽ ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഒന്ന് ബ്ലോക്ക് ചെയ്യുകയാണ്, നൈഫാണ് ഇവിടെ കൊള്ളു. സോ ക്രിയേറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ഹിപ്പ് ബാക്കിലോട്ട് കൊണ്ടുപോവുക and counter attack. Yes. Okay, again ഒന്നുകൂടെ ട്രൈ ചെയ്തു. നൈസ്. സീ, അത് നൈഫ് ആണെങ്കിൽ കൊള്ളത്തില്ല. ഓക്കെ, അവിടെ അത്രയും ഗ്യാപ്പ് വന്നു. ഓക്കെ, സോ ദിസ് കോൾ 360. ഇത് വേറെ 2 പേരാ. സർ മാത്യു സാർ ഒന്ന് ചെയ്ത് നോക്കിയോ. ഓക്കെ, തിരിച്ച് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യണ്ട, അറ്റാക്ക് ചെയ്താൽ മതി. ഓക്കെ, സാറോടെ ചെയ്ത 2 പേരുണ്ട്. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ് സർ. സൈഡിൽ നിന്ന് തുടങ്ങിക്കുക. സ്റ്റാർട്ട് ഫ്രം സൈഡ്. ഓക്കെ, സൈഡിൽ നിന്ന് പതുക്കെ സ്ലാപ്പ് ചെയ്ത് തുടങ്ങിക്കോ. സൈഡിൽ നിന്ന് സ്ലാപ്പ്, നൈഫ് അല്ല, സ്ലാപ്പ്, പതുക്കെ. യെസ്. ഓക്കെ, കൈ ഇവിടുന്ന് സൈഡിലോട്ട്, കൈ സൈഡിലോട്ടെ. അല്ല, ബാക്കിൽ നിന്നല്ല മാം. നമ്മുടെ സെമി പാസീവ് സ്റ്റാൻസ് കൈ ഇവിടെ അല്ലേ, കൈ ഫ്രണ്ടിൽ ഇരിക്കുക. ജസ്റ്റ് സൈഡിലോട്ട് ആക്കിയാൽ മതി. സൈഡിലോട്ട്. യെസ്, വെരി ഗുഡ്. കൈ സ്ട്രൈറ്റ് ആകരുത്. നൈസ്, ഗുഡ്. അത്രേ ഉള്ളു. ഓക്കെ, അത് കുഴപ്പമില്ല, ശരിയായിക്കോളൂ. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിക്കോളൂ. ഓക്കെ, കുഴപ്പമില്ല. ഇത് ഒന്നും പറയും, ചെറിയ പെയിൻ വരത്തേ ഉള്ളു. ലേഡീസ് ഇവിടെ ചെയ്ത് ഇവിടെ ഒക്കെ ഫുള്ള് ബ്ലാക്ക് ആകും. ഓക്കെ, ഹിറ്റ് ചെയ്ത് ഫുൾ, അത് കുഴപ്പമില്ല. സ്ലോ. വെരി ഗുഡ്. ഓക്കെ, നൗ സെയിം ടൈം സ്ലോയില് പതുക്കെ ഒന്ന് ഇവിടെ ഷോൾഡറിൽ ഒന്ന് റൈറ്റ് ഹാൻഡ് കൊണ്ട് സാറിന്റെ റൈറ്റ് ഷോൾഡറിൽ തന്നെ ഒന്ന് ഹിറ്റ് ചെയ്യാൻ നോക്കിക്കേ. സ്ലോയില്, സ്പീഡ് വേണ്ടേ. സെയിം ടൈം സൈമിൾട്ടേനിയസ്ലി.
റൈറ്റ് ഹാൻഡും ഉണ്ട്. ഓക്കെ, ഇതേ ഉള്ളൂ. അഗെയിൻ ഇത് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നുമല്ല, ചെയ്തെടുക്കാം. ഓക്കെ, സോ നമുക്ക് ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. എന്തെങ്കിലും ഡൗട്ട്സ് വേറെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബേസിക് ഒരു ഔട്ട്ലൈൻ, എന്താണ് ക്രൗ മഗ അല്ലെങ്കിൽ ബാക്കിയുള്ള മാർഷൽ ആർട്സ് ഇതുമായിട്ടുള്ള. ബാക്കിയുള്ള മാർഷൽ ആർട്സ് ഗ്രോയിൻ കിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് എ സ്പോർട്ട്. അവിടെ ഒരിക്കലും ഒരാൾ ഗ്രോയിനിൽ കിക്ക് ചെയ്യാനോ ഐ ഗോഞ്ചിങ് ചെയ്യാനോ പറ്റത്തില്ല. ഇനിയും വേറെ ചെയ്യാൻ പറ്റും ക്രൗമിൽ. യു ക്യാൻ സ്പിറ്റ്, യു ക്യാൻ ബൈറ്റ്. ഓക്കെ, സ്ട്രീറ്റിൽ വന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവിടെ നോ റൂൾസ്. ഓക്കെ, സോ മറ്റേ മാർഷൽ ആർട്സ് അതല്ല. യു ട്രെയിൻ വിത്ത് റൂൾസ്. അവിടെ ഗ്രോയിനിൽ കിക്ക് ചെയ്യരുത്, ചിലതിൽ ലെഗ് കിക്ക് പാടില്ല, അതൊന്നുമില്ല. ഇവിടെ നോ റൂൾസ്. ഓൺലി തിങ് യു ഹാവ് ടു സർവൈവ്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ്? അപ്പൊ എങ്ങനെയാണ് സാധാരണ ഈ സെഷൻസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? വീക്ക്ലി എത്ര അങ്ങനെ നിങ്ങളുടെ പ്രോഗ്രാമില്? സർ ഒന്നുകൂടെ പറയാം. പ്രോഗ്രാമില് എങ്ങനെ ഈ പ്രാക്ടീസ് സെഷൻസ് എത്ര ഫ്രീക്വന്റ് ആയിട്ടാ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷൻ അങ്ങനെ ഉണ്ടോ? ഓക്കെ, മനസ്സിലായി. വീക്കിലി നമുക്ക് ഇവിടെ റെഗുലർ ക്ലാസ്സസ് വന്നിട്ട് ചില ഒരു സെന്ററിൽ 3 ക്ലാസ്സസിന്റെ വീക്ക് ഉണ്ട്. അപ്പൊ അവിടെ ഒരു സെഷൻ വന്നിട്ട് അതിനകത്ത് നമ്മൾ ഫോക്കസ് മോർ ഓൺ ദ ഫിറ്റ്നസ്. അവിടെ സ്ട്രെച്ചിങ്, കണ്ടീഷനിങ്, ഓക്കെ, സോ ബോഡി കണ്ടീഷനിങ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. വീക്ക്ലി 2 സെഷൻസ് ഉള്ളതുണ്ട്. ലൈക്ക് വർക്കിംഗ് പ്രൊഫഷണൽസ് ഒക്കെ അവർ കൂടുതലും IT ഡോക്ടേഴ്സ് അങ്ങനെ അവർ കൂടുതലും അതാ 2 സെഷൻസ് ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം അവിടെ നമ്മൾ 1 hour വെച്ചിട്ട് തന്നെ ഫോക്കസ് മോർ ഓൺ ദ ടെക്നിക്. കാരണം അങ്ങനെയുള്ള ആൾക്കാർ മിക്കവരും ഒക്കെ തന്നെ കുറച്ച് ഫിറ്റ്നസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്, ജിമ്മിൽ പോകാറുണ്ട്. സോ അവിടെ നമ്മൾ ഫിറ്റ്നസിനെക്കാളും കൂടുതൽ ഫോക്കസ് ഓൺ ദ ടെക്നിക്സ്. ഓക്കെ, ടെക്നിക്സ് കുറെ കൂടെ ഫാസ്റ്റ് ആയിട്ട് കവർ ചെയ്യാനാണ് അവർക്ക് ഇതുള്ളത്. ഇപ്പം അറ്റ്ലീസ്റ്റ് വീക്ക്ലി ട്വൈസ് എങ്കിലും ചെയ്യണം. ലേണിംഗ് ആ ഒരു സമയത്ത് നമുക്കൊരു വീക്ക്ലി ട്വൈസ് എങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. ടോട്ടൽ എത്ര ഡ്യൂറേഷൻ, എത്ര നാള്? ഇറ്റ് ഡിപ്പെൻഡ്സ്. അത് വന്നിട്ട് നമുക്ക് ഒരു 3 months കൊണ്ട് കുറെ കോമൺ സ്ട്രീറ്റ് അറ്റാക്സ് കവർ ചെയ്യും. ഓക്കെ, 3 months കൊണ്ട് പെർഫെക്റ്റ് ആവുന്നു അല്ലെങ്കിൽ 5 പേരെ ഇടിച്ചിടാന്നല്ല. സ്ട്രീറ്റ് അറ്റാക്സ്, കോമൺ അറ്റാക്സ് ഉണ്ട്. കോമൺ അറ്റാക്സ് മീൻസ് സ്ട്രീറ്റിൽ വരുന്ന കോമൺ അറ്റാക്സ് എന്താണ്? ഇപ്പൊ നമ്മളിപ്പോ സ്ലാപ്പ് ചെയ്തു. ഓക്കെ, സോ ഇതുപോലെ തന്നെ ഒരു കയ്യിൽ നൈഫ് ആയിരിക്കും. മേ ബി ഇറ്റ്സ് എ ത്രെഡ്. നേരത്തെ ട്രെയിനിൽ ഇൻസിഡന്റ് ഞാൻ പറഞ്ഞു. ഓക്കെ, ചിലപ്പോൾ നൈഫ് കൊണ്ട് കഴുത്തിൽ വെച്ചിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ടിൽ പിടിച്ചിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് നൈഫ്, ലൈക്ക് നോട്ട് സ്റ്റാബിങ്, ബാക്ക് നൈഫ് വെച്ചിരിക്കുമായിരിക്കും. ഓക്കെ, പിന്നെ ഹെയർ ഗ്രാബ്സ് ഫോർ ലേഡീസ്, മുടിയെ പിടിച്ച് വലിക്കുക. കാരണം ഹെയർ ഗ്രാബ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ മുടിയെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും എനിക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഹെയർ ഗ്രാബ്സ് ഉണ്ട്, കോളർ ഗ്രാബ്സ്, ഹാൻഡ് ഗ്രാബ്സ്, ലൈക്ക് കയ്യിൽ പിടിച്ചു വെക്കുക, കയ്യിൽ പിടിച്ച് വലിച്ചോണ്ട് പോവുക. കൈ പിടിക്കുന്ന എന്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 പേർക്കാണ് പൊക്കി എടുത്തോണ്ട് പോകും, അല്ലെ കൈ പിടിച്ച് വെക്കാം, നിർത്താം. ഓക്കെ, അല്ലെങ്കിൽ കൈ പിടിച്ചു വെച്ചിട്ട് വേറൊരാൾക്ക് ഹിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരിക്കലും അല്ലാതെ കൈ കയറി പിടിച്ച് ആ ഒരു സെൻസിലല്ല. ഹാൻഡ് ഗ്രാബ്സ് ട്രോമഗൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സീരിയസ് അതിന്റെ എന്താണ് ആഫ്റ്റർ എഫക്ട് ഇതായിരിക്കും. അപ്പൊ കൈ രണ്ട് കൈയും കൂടെ പിടിച്ചു വെച്ചിട്ട് വേറൊരാളെ ഹിറ്റ് ചെയ്യാനായിരിക്കും, കൈ പിടിച്ചു വെച്ച് പൊക്കി എടുത്തിട്ട് പോകാനായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറെ കോമൺ അറ്റാക്സും കൂടെ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തു. ഓക്കെ, ഈവൻ ഓൺലൈൻ ആണെങ്കിലും ദാറ്റ്സ് എ സിലബസ്. നമ്മളിപ്പോ ഓൺലൈൻ ചെയ്യുന്നതും വന്നിട്ട് ഈ നമ്മളിപ്പം ഇപ്പൊ ചെയ്ത ടെക്നിക്സ് ഇല്ലേ, ഇത് തന്നെ കുറെ കൂടെ കറക്റ്റ് ആയിട്ട്. കാരണം ഇതിപ്പം നമ്മളിപ്പോ ഒരു 10 times ചെയ്തുകൊണ്ട് നമുക്കത് ക്ലിയർ ആവണമെന്നില്ല. അഗൈൻ അണ്ടർ സ്ട്രെസ്സിലും അല്ലെ, യു ക്യാൻ ഇമാജിൻ ഒരു സ്ട്രെസ് ഉള്ളപ്പോഴൊക്കെ ഇത് അതുപോലെ തന്നെ നമുക്കത് റീകോൾ ചെയ്ത് ചെയ്യുന്ന ഈസി അല്ല. അപ്പൊ അവിടെ നമ്മൾ പ്രാക്ടീസ് അണ്ടർ സ്ട്രെസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത്രയും പറഞ്ഞാണ്, ഇപ്പൊ ഇനി ഒന്നുകൂടെ ചെയ്യാൻ പറ്റും, നിങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് പകുതി മറന്നു പോകും. ഓക്കെ, ബട്ട് വെൻ യു പ്രാക്ടീസ് അണ്ടർ സ്ട്രെസ്, അപ്പൊ അതെങ്ങനെ ഇൻഡ്യൂസ്ഡ് സ്ട്രെസ്, ലൈക്ക് ഇപ്പം ഒരു 5 push-ups ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ഗെറ്റ് അപ്പ് ആൻഡ് ഡു ദ ഫുൾ ഡ്രിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പം ചുമ്മാ ഇപ്പൊ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് ചെയ്യും. ഓക്കെ, ഞാനിപ്പോ പെട്ടെന്ന് ഒരു 5 push-ups ചെയ്ത് അല്ലെങ്കിൽ 5 jumping jacks എന്തെങ്കിലും ചെയ്യും, എന്റെ ഹാർട്ട് ബീറ്റ് കൂടിയിരിക്കും അല്ലെ. സോ ആ സമയത്ത് അഗൈൻ ഓക്സിജൻ സപ്ലൈ കുറവാണ്. അവിടെ ഇമ്മീഡിയറ്റ് 1 2 kick and scan. ഓക്കെ, സോ ഇത് റിപ്പീറ്റഡ്ലി ചെയ്ത് മേക്സ് യുവർ മസിൽ മെമ്മറി സ്ട്രോങ്ങർ. ആൻഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അണ്ടർ സ്ട്രെസ്സില്ല. ഓക്കെ, ചുമ്മാ നിന്നിട്ട് ഈസി ആയിട്ട് അത് എല്ലാവർക്കും ചെയ്യാം. പക്ഷെ സ്ട്രെസ് വരുമ്പോൾ ഇൻഡ്യൂസ്ഡ് സ്ട്രെസ്, ഐ മീൻ ഈ പറഞ്ഞ പോലെ ഒരു 5 push-ups ചെയ്തു, ഹാർട്ട് ബീറ്റ് കൂടിയിരിക്കുവാണ്. ഓക്കെ, അന്നേരം ആലോചിക്കാവുന്ന കാരണം സ്കാൻ ചെയ്യണം, കൗണ്ടർ അറ്റാക്ക് ചെയ്യണം, കിക്ക് ചെയ്യണം, ഇതെല്ലാം കൂടെ പകുതി മറന്നു പോകും ഇനിഷ്യലി. ഗ്രാജുവലി യു വിൽ പിക്ക് അപ്പ്. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് നമ്മൾ മറക്കാതെ ചെയ്ത് പഠിക്കും. ഓക്കെ, അത് പ്രാക്ടീസ് വേണം, കുറച്ച് പ്രാക്ടീസ് വേണം. പിന്നെ അതാകുമ്പോൾ ഇതിനകത്ത് അഗെയിൻ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ സൈസ് വേണം, നല്ല സൈസ് ഉള്ളവരാൾക്ക്. അങ്ങനല്ല, ജസ്റ്റ് 52 അങ്ങാണ്ടേ ഉള്ളു എന്റെ മോൻ. ഞാൻ 85.
ബട്ട് സ്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും ആളുടെ സ്ട്രെങ്ത്തിലല്ല. വി ഫോക്കസ് ഓൺ ദ ടെക്നിക്സ് ആൻഡ് സോഫ്റ്റ് സ്പോർട്സ് ലൈക്ക് ടാർഗറ്റ്സ് അവിടെ നോസ്, ത്രോട്ട്, ഗ്രോയിൻ ആൻഡ് സോളാർ പ്ലക്സ്. ഇതാണ് പ്രൈമറി ടാർഗറ്റ്സ്. ഈ ഭാഗത്താണ് അറ്റാക്ക് ചെയ്യുന്നത്. കാരണം അഗെയിൻ സ്റ്റൊമക്, സോളാർ പ്ലക്സ് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അഡ്രിനലിൻ റഷ് ഉള്ളപ്പോൾ ഒരാൾക്ക് എസ്പെഷ്യലി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർ അവരെയൊക്കെ നമ്മൾ തിരിച്ച് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയ പെയിൻ ഒന്നും കാണത്തില്ല. ഓക്കെ, പിന്നെ അറിയുമായിരിക്കും അടുത്ത. അതുകൊണ്ട് കാര്യം നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ സർവൈവ് ചെയ്യണമെങ്കിൽ ഗോ ഫോർ ദ സോഫ്റ്റ് ഫുഡ് ലൈക്ക് നോസ് പെട്ടെന്ന് ബ്ലീഡ് ആകും, ത്രോട്ട്, ഗ്രോയിൻ ആൻഡ് നീസ്. ഈ ഒരു ഡൗട്ട് ഉള്ളത്, നമ്മുടെ ഈ മൈൻഡ് ആൻഡ് ബോഡി ആക്ച്വലി ഇതിനു വേണ്ടി തയ്യാറില്ലല്ലോ. അപ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തക്ക രീതിയിൽ കോൺസെൻട്രേഷൻ എക്സസൈസസ് എന്തെങ്കിലും ഇതിലുണ്ടോ, പറയുന്നുണ്ടോ എന്തെങ്കിലും? സ്ട്രെസ് ഡ്രിൽസ് ആണ്. ഓക്കെ, സ്ട്രെസ് ഡ്രിൽ ചെയ്ത് നമുക്ക് ആ ഒരു അണ്ടർ സ്ട്രെസ്സിൽ റിയാക്ട് ചെയ്യാനാണ്. ശരി. ഓക്കെ, അതായത് ഫിസിയോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന പോലെ ഇപ്പൊ സഡൻലി ഇപ്പം റിയൽ നിങ്ങൾ രാത്രി നടന്നു വരും. ഓക്കെ, ഒരാൾ കൊണ്ടുവന്ന് വണ്ടി കൊണ്ട് ഫ്രണ്ടിൽ നിർത്തിയിട്ട് നൈഫുമായിട്ട് ഇറങ്ങി വരുക. ഓക്കെ, ഇറ്റ്സ് നോട്ട് അറ്റാക്ക്. ഈ നൈഫുമായിട്ട് നിൽക്കുക, അവിടെ നമ്മള് അല്ലെ പാനിക് മോഡിലെ മീൻസ് അഡ്രിനലിൻ റഷ് സ്റ്റാർട്ട് ചെയ്യും. ഇയാൾ കുത്താലെ ഇന്ന് തീർത്തട്ടെ പോത്തൽ, എന്നെ കൊന്നട്ടെ പോത്തൽ എന്ന് പറഞ്ഞ് നിൽക്കുക അല്ലെ. അപ്പൊ അവിടെ അഡ്രിനലിൻ റഷ് വരുമ്പോൾ അവിടെ നമുക്ക് ടോട്ടലി ഐദർ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷെ മാക്സിമം ആൾക്കാർ ഫ്രീസ് ആണ്, എന്ത് ചെയ്യണമെന്ന് അവിടെ മറന്നുപോകും. ഓക്കെ, സോ അവിടെ അത് പ്രാക്ടീസ് ചെയ്ത് അത്രയും നമുക്കൊരു റെഗുലർലി കുറെ റിപ്പീറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആ പാനിക് മോഡിൽ നിന്ന് മാറിയിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യാം. ഓക്കെ, ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കിക്ക് ചെയ്യാം, ഗ്രോയിനിൽ കിക്ക് ചെയ്യാം, ക്ലോസ് ആയി കഴിഞ്ഞാൽ 360 ഇപ്പൊ സ്റ്റാബ് ചെയ്യുവാണെങ്കിൽ അത് വർക്ക് ചെയ്യത്തുള്ളൂ. പലപ്പോഴും സ്ട്രീറ്റിലൊക്കെ സാധാരണ ലേഡീസിന് ഈ ചെയിൻ സ്നാച്ചിങ് ഒക്കെ അല്ലേ കൂടുതൽ ഒരു കോമൺ ആയിട്ടുള്ളത്. ഇപ്പൊ സ്നാച്ചിങ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു അറ്റാക്ക് ഒക്കെ വരുവാണെങ്കിൽ എന്തോ അതെങ്ങനെയാ? അതാ ഞാൻ പറഞ്ഞ ബി പ്രൊയാക്റ്റീവ്, റിയാക്റ്റീവ് അല്ല. ചെയിൻ സ്നാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും കാരണം പുറകെ ഓടിച്ചിട്ട് പിടിച്ച്, കാരണം അവരുടെ ഇന്റൻഷൻ എപ്പോഴും എങ്ങനെങ്കിലും എസ്കേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്കറിയത്തില്ല, ചിലപ്പോൾ ഇയാള് ബൈക്കിൽ ഒറ്റയ്ക്കാണോ, ചിലപ്പോൾ വേറെ ബാക്കിൽ ഒരു ബൈക്കിൽ രണ്ടുപേരുണ്ടോ. ഓക്കെ, നമ്മളവിടെ നിന്ന് ഓക്കെ ഞാൻ പറഞ്ഞു നിങ്ങളില്ല പിടിച്ച് വലിച്ച് താഴെയിട്ടിട്ട് ഫൈറ്റ് ചെയ്ത് ചെയിൻ തിരിച്ചെടുക്കണമെന്ന് യു ഡു ദാറ്റ്. പക്ഷെ ചിലപ്പോൾ അന്നേരം ആയിരിക്കും ബാക്കിൽ നിന്ന് നിന്നിട്ട് ഒരാൾ സ്റ്റാബ് ചെയ്തിട്ട് മാലയും പോകും, ലൈഫും പോകും. ഓക്കെ, സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മളിപ്പോ ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഹെവി അങ്ങനത്തെ ഇത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഇനി അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ കവർ ഇറ്റ് വിത്ത് ഷോൾ അങ്ങനെയുള്ള ഇത്. ഇനി അതുപോലെ അത് വിട്ടുകൊണ്ട് റോഡിൽ നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കെയർഫുൾ ആകും. ലൈക്ക് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാണ്ട് നമ്മൾ നടക്കുമ്പോൾ ഒരു സസ്പീഷ്യസ് മൂവ്മെന്റ് ഉണ്ട്, ലൈക്ക് അല്ലെങ്കിൽ നടന്നു പോവാണ്, ഇപ്പം ഒറ്റയ്ക്കേ ഉള്ളൂ, രണ്ടുപേരും വന്ന് ബൈക്ക് ഫ്രണ്ടിൽ നിർത്തി വെയിറ്റ് ചെയ്യുവാണ്. അവർ ചിലപ്പോൾ മൊബൈലിൽ നോർമലി സംസാരിക്കുമായിരിക്കും. അപ്പം സപ്പോസ് ഞാനിപ്പോ നടന്നു വരും, ഓക്കെ, ഇപ്പൊ ഈ സൈഡിൽ അവർ നിർത്തി, ഞാൻ ഇമ്മീഡിയറ്റ്ലി കുറച്ചുകൂടെ ഒരു ഗ്യാപ്പ് ഇട്ട് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നടന്നു പോകുമ്പോൾ അങ്ങനെയുള്ള പ്രൊയാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലാതെ അവരെ കണ്ട് തിരിച്ചോടി വീട്ടിൽ കയറാനല്ല. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് നമ്മളതൊന്ന് ത്രെട്ട് ഉണ്ടെന്നൊന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു റിയാക്ട്. മൂവ്മെന്റ് കൈയോട് വരുമ്പോൾ യു ക്യാൻ സെയിം 360 ബ്ലോക്ക് ചെയ്യുക, അല്ലെ പുഷ് ചെയ്തിട്ട് ഓടാം. ബട്ട് അഗെയിൻ അവിടെ സ്റ്റാമിന വേണം ഓടണമെങ്കിൽ. ഓക്കെ, കാരണം അഡ്രിനലിൻ റഷ് വരും, പിന്നെ ഹാർട്ട് ബീറ്റ് കൂടി നോർമൽ ഇതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ സ്ട്രെസ് ഇത് വരും, അത് വേറൊരു കാര്യം. ബട്ട് ഒരു ത്രെട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ബ്രെയിൻ ഇമ്മീഡിയറ്റ്ലി സിഗ്നൽ നെക്സ്റ്റ് ആക്ഷൻ. ബട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതിൽ ആള് കഴുത്തക്കര പിടിച്ച് മാല പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നതെങ്കിൽ then it is delayed. Okay, so Krav Maga എന്നാണ് എപ്പോഴും പറഞ്ഞോളൂ സർ. അല്ല, ഞങ്ങൾക്ക് വരില്ല, ഞങ്ങള് CSI ഫിറ്റ്നസ് ഗ്രൂപ്പാണ്, അപ്പൊ ഞങ്ങൾക്ക് ഓടാനൊക്കെ നല്ല കരുത്തുണ്ട്, പ്രശ്നമില്ല. ഓക്കെ ഓക്കെ, ഞങ്ങളത് മാല പൊട്ടിക്കത്തില്ല. ഓക്കെ, ഞങ്ങള് മാല പൊട്ടിച്ചാലും പ്രശ്നമില്ല, ഓടും, എത്ര ദൂരം വേണമെങ്കിൽ ഓടും. ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ ഓടാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ നിൽക്കണേ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിനകത്ത് പക്ഷെ വേറെ അത് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യാൻ നോക്കുമ്പോൾ അറിയാം, സ്ട്രെസ്സിൽ ചെയ്യുന്നത് നമ്മൾ നോർമൽ ജിമ്മിലെ വർക്കൗട്ടോ ഇതുപോലല്ല. ഓക്കെ, കാരണം ഇവിടെ നമ്മൾ ഞങ്ങൾ ക്ലാസ് ഇത് ചെയ്യുമ്പോൾ പാനിക് മോഡ്, കാരണം അവിടുന്ന് ഇവിടുന്ന് പുഷ് ചെയ്യുന്ന, അതിനിടയ്ക്ക് ബ്ലോക്ക് ചെയ്യണം, അതൊരു സെപ്പറേറ്റ് ഒരു സ്റ്റോറിയാണ്. അതൊക്കെ നമുക്കിപ്പോ പറയുന്ന റെഗുലർ ക്ലാസ്സസ് ഇതൊക്കെ ഒന്ന് നോർമൽ ആയിട്ട് വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മന്ത്ലി ഒരിക്കലെങ്കിലും ഒരു വർക്ക്ഷോപ്പ് അങ്ങനെ ഓൺലൈൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് മന്ത്ലി ഒരിക്കലെങ്കിലും ഒന്ന് നിങ്ങൾ ഒരുമിച്ച് കൂടി ചെയ്താലും മതി. ലൈക്ക് നിങ്ങളൊരു ഗ്യാതറിംഗ് എവിടെയെങ്കിലും ചെയ്യുവാണെങ്കിൽ എനിക്ക് ഓൺലൈൻ ഇരുന്ന് ഗൈഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണേൽ വന്നിട്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് അറേഞ്ച് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ യൂട്യൂബിലും നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ കാണും. പക്ഷെ ഹൂസ് ഗോയിങ് ടു കറക്റ്റ് യു? അവിടെ
ചെയ്യുന്ന ടെക്നിക്ക് കറക്റ്റ് ആണോ അല്ലയോ നമ്മൾ നോക്കുമ്പോൾ വളരെ സിമ്പിൾ മൂവ്മെന്റ്സ് ആണ്. ഈ പറഞ്ഞ എല്ലാ നാച്ചുറൽ മൂവ്മെന്റ്സ് ആണ്. നമ്മൾ കൈ ഇതെല്ലാം ഇതിനകത്ത് കോംപ്ലിക്കേറ്റഡ് മറ്റേ ചില മൂവീസിലെ പോലെ സ്നേക്കിന്റെ ഇതിൽ വരാനോ കുങ്ഫു മൂവീസിലെ പോലെ പരിപാടി ഒന്നുമില്ല. ഓക്കെ, മാർഷൽ ആർട്ടിസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോണ്ട് മൈൻഡ്, ഞാനും പല മാർഷൽ ആർട്സ് ചെയ്യുന്നത്. സോ അത് ഒരു ആർട്ടാണ് അല്ലേ. അതിനകത്ത് ഇപ്പം ലൈക്ക് ഇപ്പം ഭരതനാട്യം കളിക്കുന്ന 10 വർഷമായിട്ട് ട്രെയിൻ ചെയ്ത ഒരാളുടെ അടുത്ത് ഒരു ടപ്പാങ്കുട്ടി കളിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റണമെന്നില്ല. ഷീസ് എ ട്രെയിൻ ക്ലാസിക്കൽ ഡാൻസർ. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഫാസ്റ്റ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞ പോലെ രണ്ട് പർപ്പസ് ആണ്. അത് ഒരു ആർട്ടാണ്. അവിടെ ഗ്രേസ്ഫുൾ മൂവ്മെന്റ്സ് വേണം, കുറെ കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് എ സ്ട്രീറ്റ് ഫൈറ്റ്, ഇറ്റ്സ് എ റോ ഫൈറ്റ്. യു ക്യാൻ സ്പിറ്റ്. ഓക്കെ, ഒന്നുമില്ല, ആളെ ക്ലോസ് എത്തു, നേരെ മുഖത്ത് തുപ്പി ഒരു കിക്കും കൂടെ കൊടുക്കുക, ഓടുക. സ്ട്രീറ്റ് സ്മാർട്ട്നെസ്, അവിടെ സ്മാർട്ട് കയറുന്ന കാര്യം ഓൾറെഡി പറഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് സിറ്റുവേഷൻ അല്ല വരുമ്പോൾ എന്തെങ്കിലും ഒരു റെഡ് ഫ്ലാഗ്സ് ഉണ്ടെങ്കിൽ അവിടെ ഇമ്മീഡിയറ്റ്ലി ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഓക്കെ, അല്ലെങ്കിൽ രണ്ടുപേരും നിൽക്കുന്നു, നമുക്ക് എന്തെങ്കിലും സസ്പീഷൻ തോന്നുവാണ്, അവർ തിരിഞ്ഞു നോക്കി അല്ലെങ്കിൽ നമ്മൾ വരുന്ന നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, അങ്ങനെ വല്ല സിറ്റുവേഷൻ ആണെങ്കിൽ ഒന്നെങ്കിൽ അവരുടെ ക്ലോസ് ആകാതെ മൂവ് ചെയ്ത് പോകും, ജസ്റ്റ് പതുക്കെ ഒന്ന് ഗ്ലാൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, ആളുണ്ടോ വരുന്നുണ്ടോ, എന്നെ ഫോളോ ചെയ്യുവാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ലൈക്ക് കാറിൽ കയറുന്ന അഡ്വൈസ് എപ്പോഴും ബാക്കിലൊന്ന് നോക്കുക, സീറ്റിന് ആരും ബാക്കിൽ ഇല്ലല്ലോ, ഒളിഞ്ഞിരിപ്പില്ലല്ലോ. ഇറ്റ്സ് എ ഹാബിറ്റ്. ഓക്കെ, അത് നമ്മൾ റെഗുലർലി ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ് നമ്മൾ. പക്ഷേ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ട് അന്നേരം റിയാക്ട് ചെയ്യാനായിട്ട് അതിന് ഓൾവേസ് ഒന്ന് വലിയ ടൈം എടുക്കത്തില്ല. ജസ്റ്റ് ഒന്ന് കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം, ബാക്കിൽ കാലിയാണല്ലോ, ഒന്നും ഇല്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് വി നെവർ അഡ്വൈസ് ടു കീപ് എനി വെപ്പൺസ്. വണ്ടിക്കകത്ത് എന്താണ് നൈഫ് വെക്കുക, സ്റ്റിക്ക് വെക്കുക. കാരണം അത് വെച്ച് കഴിഞ്ഞുള്ള പ്രശ്നം നമ്മളത് ടെംപ്റ്റ് ആകും എടുത്ത് യൂസ് ചെയ്യാനായിട്ട്. യു വിൽ ഡിപ്പെൻഡ് ഓൺ ദാറ്റ് തിങ്. ഓക്കെ, പക്ഷെ അതല്ല, അഗൈൻ നമുക്ക് ഓൾറെഡി മെന്റലി ഫിസിക്കലി പ്രിപ്പയർഡ്. പക്ഷെ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് കയ്യിൽ നമുക്കുള്ള കോമൺ സാധനങ്ങൾ തന്നെ യൂസ് ചെയ്യാം. അല്ലെ, ഈ പറഞ്ഞ ലേഡീസ് കോംബ് യൂസ് ചെയ്യാം, ഹെയർ ബ്രഷ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം, കിച്ചണിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യാം. വരത്തൻ മൂവി കണ്ടോ, ലൈക്ക് അത് ആക്ച്വലി അതൊരു സിലബസ് ഉണ്ട് ക്രൗമകയിൽ. നമ്മൾ വന്നിട്ട് അതിനകത്ത് ഡിഫറെന്റ് ക്ലാസ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞത് ബാഗ്, ചെയർ, ഇതൊക്കെ ഷീൽഡിങ് ഒബ്ജക്ട്സ്. എനിക്കിപ്പോ ഒരു ബെഡ്റൂമിൽ ഒരു പില്ലോ ആസ് എ ഷീൽഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഡോർ സഡൻലി ഷീൽഡ്, ഒരു ആൾ ഓടി വരുവാണ്, എനിക്ക് ഡോർ കൊണ്ട് ഷീൽഡ്, ഇത് ഷീൽഡിങ്. പിന്നെ വന്നിട്ട് സ്ട്രൈക്കിംഗ് ഉണ്ട്, സ്റ്റിക്ക്, കൊട, വടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വാക്കിംഗ് സ്റ്റിക്ക്, കൊട, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന വൈപ്പറിന്റെ ഹാൻഡിൽ, യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ സ്ട്രൈക്കിംഗ് ഒബ്ജക്ട്. ഓക്കെ, ത്രോയിങ് ഒബ്ജക്ട്സ് ഉണ്ട്, ലൈക്ക് ഈ കീ കീ എടുത്തിട്ട് എറിഞ്ഞിട്ട് പിന്നെ പോകാനായിട്ട് ഇതില്ലാതെ നിൽക്കുമല്ലേ, അവസാനം ആള് കാറും കൊണ്ട് പോകുന്നതല്ല, കീ ചെയിൻ അല്ലെങ്കിൽ നമ്മുടെ കോയിൻ, അങ്ങനെ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ യു ക്യാൻ ത്രോ, ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ സ്പ്രേസ്, എയറോസോൾ സ്പ്രേ എന്ന് പറഞ്ഞാൽ എപ്പോഴും പെപ്പർ സ്പ്രേ വേണമെന്നില്ല, എന്താണെങ്കിലും യു ക്യാൻ സ്പിറ്റ്. അല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം എടുത്തിട്ട് അറിയാം. ഓക്കെ, അല്ലെങ്കിൽ ചായയാണ് ചൂട്. സോ അങ്ങനെ ആ അണ്ടർ സ്ട്രെസ്സിൽ ഇമ്മീഡിയറ്റ്ലി ആലോചിക്കുക, റിയാക്ട് ചെയ്യുക. അവിടെ ഒരിക്കലും റൂൾ റെഗുലേഷൻ ഒന്നുമില്ല. ഓൺലി തിങ് യു ഹാവ് ടു സർവൈവ്, അത് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഫോക്കസ് സർവൈവൽ മാത്രം, അല്ലാതെ ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നിങ് എ ഫൈറ്റ്. യു ഹാവ് ടു സർവൈവ്, യു ഹാവ് ടു ഗോ ഹോം അലൈവ്, ദാറ്റ്സ് ഓൾ. അതേ ഉള്ളൂ. ഓക്കെ, എന്തെങ്കിലും വേറെ ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ്? Appreciation. Sebastian, you had a wonder. You described to us things in a very, very nice, clear way, with good examples, good situations, practical things. I really appreciate. Thank you, sir. Thank you so much, sir. And thank you, Sujay sir, for this wonderful opportunity. ഇത്രയും പേരെ കാണാൻ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ്? മോളെയും പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു, യുവർ ഡോട്ടർ. ഓ, താങ്ക് യു. അല്ല, ഇപ്പോഴത്തെ കാലത്ത് നോ ഡിഫറൻസ്, പെൺകുട്ടികൾ ആൺകുട്ടികൾ. ഇപ്പൊ കഴിഞ്ഞ ഒരു 2 days ബാക്ക് ഒരു ന്യൂസ് വന്നിട്ടുണ്ടല്ലോ, വീട്ടിൽ കയറി ഒരു പെൺകുട്ടിയെ കുത്തിക്കൊന്നു. സോ നമ്മുടെ ഇപ്പൊ വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ പോലും സേഫ്റ്റി ഇല്ലാത്തൊരു അവസ്ഥയാണ്. അല്ലെ, ആരെങ്കിലും വിചാരിക്കും വീട്ടിൽ കയറി ഉറങ്ങിക്കിടന്ന ഒരു പെൺകുട്ടിയെ കയറി കുത്തിക്കൊന്നിട്ട് പോയതും അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നു ഓരോ ദിവസം. ഭയങ്കര വല്ലാത്തൊരു അവസ്ഥയാണ്. എനിവേ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാനും കാര്യം ഇതാണ്. സോ ഞാൻ 2018 റിട്ടയർ ആയതാണ് എയർഫോഴ്സിൽ നിന്ന്. അപ്പൊ ഈ ഒരു പർപ്പസ് വെച്ചിട്ടായിരുന്നു. കാരണം ആൾക്കാർക്ക്, നമുക്ക് പലർക്കും അവൻ ഇത് എന്താണ് ചെയ്യേണ്ടത്, ലൈക്ക് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് എന്ത് പ്രൊഫഷണൽ ഇതിലല്ല. പലരും പല ടൈപ്പ് ടെക്നിക്സ്, ഇതിനകത്ത് പകുതി കാര്യങ്ങൾ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, കാരണം ചില വീഡിയോസ് ഒക്കെ എനിക്കൊക്കെ വരുമ്പോൾ, കാരണം ആൾക്കാർ ഒരു കോമൺ സെൻസും ഇല്ലാതെ ഒക്കെ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, അതിൽ പകുതി വർക്ക് ചെയ്യത്തില്ല.
ഓക്കെ. സോ അതിനകത്ത് കുറെ റൂൾസ്, നമ്മളിപ്പോ ഒരു സ്ട്രീറ്റിൽ ഒരിക്കലും ഇവർ ഈ മാർഷൽ ആർട്സ് ചെയ്യുന്ന സ്ട്രീറ്റിൽ വരുമ്പോൾ ഒരു റിയൽ സെനാരിയോ ആണ്. ഓക്കെ, ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഇസ്രായേലി ആർമി ഡെവലപ്പ് ചെയ്തിട്ട് അവരത് അവരുടെ സിവിലിയൻസിന് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ക്രൗമക മീൻസ് ഒരു 80s പുറം ലോകത്ത് അറിയപ്പെടാൻ തുടങ്ങി ക്രൗമക എന്താണ്, അതിന്റെ എഫക്റ്റീവ്നെസ് എന്താണ്. നമ്മുടെ വന്നിട്ട് ഇന്ത്യയിൽ ഫസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. വി ട്രെയിൻ ഓൾ നമ്മുടെ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ CRPS CS അവരുടെ ട്രെയിനിങ് ഉണ്ട്, SPG ബ്ലാക്ക് ഹെഡ് കമാൻഡോസിന്റെ ട്രെയിനിങ് ഉണ്ട്, അവർക്കെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നതാണ്. പല ആർമി യൂണിറ്റ്സ് ഉണ്ട്. സോ ഇറ്റ്സ് പ്രൊഫഷണൽ ഇതായിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അവിടെ നമ്മൾ സ്റ്റൈല് കാണിക്കാനോ അല്ലെങ്കിൽ ഫാൻസി മൂവ്മെന്റ്സ് ഒന്നും വർക്ക് ചെയ്യത്തില്ല. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഏത് ഏജ് ഗ്രൂപ്പ് എല്ലാവർക്കും ചെയ്യുന്ന ഈസി ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്. അങ്ങനെ അവിടെ ഇനിയിപ്പോ ഒരു റെഗുലർ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം സെബാസ്റ്റ്യൻ, ഞാൻ വിളിക്കാം. ഷുവർ. ഓക്കെ, ഓക്കെ, സർ. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവരും വളരെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഗൂഗിൾ ചെയ്താൽ മതി ക്രൗമക ട്രിവാൻഡ്രം. ഓക്കെ, ഫോട്ടോസ് വീഡിയോസ് എല്ലാം കിടപ്പുണ്ട്. യൂട്യൂബിൽ കുറച്ചേ ഉള്ളൂ, ബാക്കി അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. ഗുഡ് ഡേ സർ. താങ്ക് യു. ബൈ.